ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ പ്രണാമം. കൃഷ്ണം വന്ദേ നയിക്കുന്ന ലളിത സഹസ്രനാമ പഠന ചിന്തന ക്ലാസ്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള ശ്രീ ശ്രീനിവാസൻ പന്തലിങ്കിലാണ്. മാഷിനെ ഇന്നത്തെ ലളിത സഹസ്രനാമ ക്ലാസ് നയിക്കുന്നതിന് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. നമസ്കാരം തിരുമേനി, എല്ലാവർക്കും നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് 78ാമത്തെ ശ്ലോകം കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അപ്പം നമുക്കിന്ന് നേരെ 79ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. താപത്രയാഗ്നിസന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമദ്യാ തമോപഹ. താപത്രയാഗ്നിസന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യാ തമോപഹ. ഇവിടെ 357 മുതൽ 361 വരെയുള്ള 5 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. 79ാമത്തെ ശ്ലോകം. ഇവിടെ ആദ്യത്തെ നാമം നീണ്ട നാമമാണ്. താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക ഒറ്റ നാമമാണ്. നമ്മൾ ആദ്യമൊക്കെ കണ്ടിരുന്നു അങ്ങനെ. ദേവിയുടെ സ്ഥൂലരൂപ വർണ്ണനയിലെ 2 ശ്ലോകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ഇരടിയിലും ഓരോ വരികളിലും ഓരോ നാമമായിരുന്നു. അതുപോലെയാണ് ഇവിടെ താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. ഇവിടെ അർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ താപത്രയാഗ്നി എന്താണ്? താപത്രയങ്ങള് നമ്മൾ ഭാഗവതമൊക്കെ പഠിക്കുന്നതാണ്, നാരായണീയം പഠിച്ചതാണ്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇങ്ങനെ 3 താപങ്ങളാണ് നമ്മൾ ഈ ശരീരം എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ഈ 3 താപങ്ങളും എങ്ങനെയാണ്? അഗ്നിയാണ് ഇത്. ഈ താപങ്ങളാണ് നമ്മളെ ഇങ്ങനെ തപിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അഗ്നി സമാനമായിട്ട് ഉള്ളിലും പുറത്തും നമ്മളെ സദാ തപിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ താപത്രയങ്ങളാണ്. ആ താപത്രയ ആകുന്ന അഗ്നിക്ക് എന്താണ്? സന്തപ്തം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം തപിപ്പിക്കപ്പെട്ടത് എന്നർത്ഥം. സന്തപ്തം, തപ്തം എന്ന് പറഞ്ഞാൽ തപിപ്പിക്കപ്പെട്ട. സന്തപ്തം എന്ന് പറഞ്ഞാൽ സമ്യക്കായിട്ട് തപിപ്പിക്കപ്പെട്ടത്. അപ്പോൾ നല്ലവണ്ണം ചൂടാക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉരുകുന്നത്, അതാണ് സന്തപ്തം എന്ന് പറഞ്ഞാൽ. അപ്പോൾ താപത്രയങ്ങളുടെ അഗ്നിക്ക്, അത് അഗ്നിക്ക് സമാനമാണ്. അതിൽ നാം വെന്തുരുകയാണ്. എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ഇതിൽ വെന്തുരുകയാണ്. ആ വെന്തുരുകുന്ന സൂര്യന് എത്ര ശക്തിയുണ്ടോ അത്രയും കുളിർമയാണ് ആർക്കുള്ളത്? ചന്ദ്രനുള്ളത്. ചന്ദ്രിക എന്ന് പറഞ്ഞാൽ തന്നെ നിലാവിൻ്റെ കുളിർമ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഹൃദയം തണുപ്പിക്കും. അത്രയും കുളിർമയാണ് അതിനുള്ളത്. അപ്പോൾ ഈ അഗ്നിക്ക് താപത്രയങ്ങളായിട്ട് സന്തപ്ത മാനസരായിട്ടുള്ള നമ്മൾക്ക് ആരാണ് ദേവി? സമാഹ്ലാദന ചന്ദ്രികയാണ്. ആഹ്ലാദം പകരുന്ന ചന്ദ്രികയാണ് ദേവി. വളരെ നമുക്ക് സന്തോഷം പകരുന്ന, ആശ്വാസം പകരുന്ന ചന്ദ്രികയാണ് ദേവി. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഈ താപത്രയങ്ങൾ ഉണ്ടാവുന്നതെന്ന്. ആധ്യാത്മികമായിട്ടുള്ള താപത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ സ്വയം തീർക്കുന്നതായിട്ടുള്ള താപത്രയങ്ങളാണ്.
നമ്മളെ കൊണ്ട് തന്നെ തെറ്റായ ജീവിതചര്യകളെ കൊണ്ടും അങ്ങനെയൊക്കെ വരുത്തി തീർക്കുന്ന താപത്രയങ്ങളാണ് എന്ത് ആധ്യാത്മിക താപത്രയങ്ങൾ. അതിനെക്കുറിച്ച് അത് നമ്മുടെ കൺട്രോളിലുള്ളതാണ്. അതേ സമയത്ത് ആധി ആ ആദി എന്നല്ല കേട്ടോ, ആധി എന്നാണ് അത് കൃത്യമായിട്ട്. ആധികളാണ് അതൊക്കെ. ആധി വ്യാധി എന്നുള്ളതിലത്തെ ആദിയാണ്. അപ്പോ ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട്, ഇപ്പോ പൃഥ്വി ആപ്പ് തേജോ വായു ആകാശം, ഇവിടുന്നൊക്കെ എന്തെല്ലാം പ്രകൃതിദത്തമായിട്ട്, ഇപ്പൊ കൊടുങ്കാറ്റടിക്കുന്നു, അല്ലെങ്കിൽ അത്യുഷ്ണം ഉണ്ടാകുന്നു, അതിശൈത്യം ഉണ്ടാവുന്നു, ഭൂകമ്പം ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ഇപ്പോ വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യണു, അല്ലെ, അഗ്നിപർവ്വതം പൊട്ടി ലാവ് ഒലിക്കുന്നു. ഇതെല്ലാം എന്താണ്? പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. ഈ പ്രകൃതിയുടെ വികൃതി മൂലം ഉണ്ടാവുന്ന, നമ്മൾ തന്നെയാണ് അതിനും കാരണം. അതെല്ലാം എന്താണ്? ആദി ഭൗതികം എന്ന് പറയുന്ന താപങ്ങളാണ്. ഇനിയോ ആദി ദൈവികം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഗത്യ നമ്മൾക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സഞ്ചിത കർമ്മങ്ങളെ കൊണ്ട് നമ്മള് വന്നതാണ് ഇവിടെ. അങ്ങനെയാണ് ആ പ്രാണൻ നമ്മുടെ ശരീരത്തില്, നമ്മളെ എന്നുള്ള ഈ ശരീരത്തില്, ഇപ്പോ നമ്മളൊരു നമ്മൾ യൂറോപ്പിലോ അല്ലെങ്കിൽ ഒരു പിന്നെ ടെററിസ്റ്റിന്റെ വീട്ടിലോ ഒന്നും ജനിക്കാതെ നമ്മളെ പോലത്തെ ഒരു വീട്ടിൽ ജനിച്ച നമ്മളെ പോലത്തെ ഒരാളുടെ ശരീരത്തില് ആ പ്രാണൻ വരുന്നത് നമ്മളുടെ കർമ്മങ്ങളുടെ ഫലമാണത്. നമ്മൾ അനുഭവിക്കുന്ന പലതും കർമ്മഫലങ്ങളാണ്. അപ്പോ ഇങ്ങനെ ഈ ഈ നമ്മുടെ ദൈവഗത്യ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് വരുന്നതാണ് എന്ത്? ഈ ആദി ദൈവികം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് താപത്രയങ്ങളും, ഇപ്പൊ ആദ്യത്തെ ഗണത്തിൽ നമുക്ക് രോഗങ്ങള്, ശരിയായ ഭക്ഷണം കഴിക്കുന്നില്ല, ശരിയായ രീതിയിൽ നടക്കുന്നില്ല, അപ്പൊ ധാരാളം രോഗങ്ങൾ വരും. ഇതൊക്കെ നമ്മളുടെ ആധ്യാത്മികം എന്നുള്ള താപങ്ങളിൽ വരുന്നതാണ്. പക്ഷെ ഇതെല്ലാം കർമ്മത്തോട് കടപ്പെട്ടതാണ്. ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമായിട്ടുള്ള കർമ്മങ്ങളാണ്. നമ്മൾ ജനിച്ചത് മുതൽ ചെയ്തെങ്കിൽ ഈ സഞ്ചിതമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കർമ്മങ്ങൾ മാത്രമേ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത പ്രശ്നങ്ങൾ തരുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിപ്പോ ഒരു മനുഷ്യ രാശിയുടെ കുറേ ആളുകൾ ചെയ്യുന്ന പാപം മറ്റുള്ളവർക്കും ഏറ്റെടുക്കേണ്ടി വരും. അതാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നത്. അപ്പോ ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം അഗ്നിയാണ്. ഇതിൽ ഉരുകുന്ന നമുക്ക് എല്ലാവർക്കും ദേവി തൻ്റെ ഭക്തനെ ഇങ്ങനെ ഉരുകാൻ സമ്മതിക്കില്ല. അപ്പൊ ആ ഭക്തന് വളരെ ആഹ്ലാദകരമായിട്ടുള്ള, സന്തോഷം പകരുന്ന, ആശ്വാസം പകരുന്ന എന്താണ്? ചന്ദ്രികയായിട്ട് ദേവി മാറും. അതാണ് സമാഹ്ലാദന ചന്ദ്രിക എന്നിവിടെ പറയുന്നത് ദേവിയെ. അപ്പോ ആ നാമത്തിന്റെ അർത്ഥം താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. ഇങ്ങനെ താപത്രയങ്ങളില് തപിപ്പിക്കപ്പെടുന്ന എല്ലാവർക്കും, ദേവിയുടെ മക്കളാണ് എല്ലാവരും. ദേവി എപ്പോഴും നന്മ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നവളാണ്. ആ ദേവി അവിടെ എന്താണ്? അഗ്നിയിൽ പതിക്കുന്ന എല്ലാം ശുദ്ധമാവും. നമ്മൾ എപ്പോഴും ഭാഗവതത്തിലെ 11-ാം അധ്യായത്തിലെ ശ്ലോകം നമ്മൾ കേട്ടു, ഇന്നലെയും കേട്ടു. എന്ത് അഗ്നിക്ക് കൊടുത്തുവോ, 24 ഗുരുക്കളിലെ ഒരാൾ അഗ്നിയാണ്. അഗ്നിയുടെ സ്വഭാവം എന്താണ്? എന്ത് അഗ്നിയിലേക്ക് ഇട്ടുവോ, ഇനിയിപ്പോ കച്ചറ കൊണ്ടുപോയിട്ടാലും അഗ്നി അതിനെ ശുദ്ധീകരിക്കും. അഗ്നി ഒരിക്കലും കേടുവരില്ല. ചീത്ത അഗ്നി, നല്ല അഗ്നി, ഇതൊന്നും ഉണ്ടാവില്ല. അഗ്നിയെല്ലാം പരിശുദ്ധമാണ്. എപ്പോഴും എല്ലാറ്റിനെയും ദഹിപ്പിച്ച് അതിനെല്ലാം ഭക്ഷിച്ച് സ്വന്തം പരിശുദ്ധി അഗ്നി നിലനിർത്തും. അപ്പോൾ അതാണ് അഗ്നി. അങ്ങനെയുള്ള എല്ലാം കൊണ്ടുപോയിടുന്ന ആ അഗ്നി എങ്ങനെ ശുദ്ധീകരിച്ചിട്ട് അതിനെ ശുദ്ധമായ അഗ്നിയാക്കുന്നുവോ, അതുപോലെ ഈ താപത്രയങ്ങളിൽ ആ അഗ്നി ദഹിപ്പിച്ചതിന് ശേഷം ആ ദേവിയാകുന്ന അഗ്നി അതിനെയൊക്കെ ദഹിപ്പിച്ച് ചന്ദ്രികയാക്കി മാറ്റും എന്നുള്ളതാണ്. ശുദ്ധമാക്കി മാറ്റും. താപത്രയങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്? കുളിരായി മാറും. അപ്പൊ ആ അഗ്നിക്ക് ചന്ദ്രികയുടെ കുളിരായി മാറും എന്ന വ്യംഗ്യാർത്ഥമുണ്ട് ഇവിടെ. അപ്പൊ രണ്ടും ദേവിയാണ്. തപനോടുപമണ്ഡല എന്നുള്ളത് ഓർത്ത് നോക്കൂ. ദേവിയുടെ തന്നെ താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല എന്നാ പറയുന്നത്. അപ്പൊ ദേവിയുടെ താടങ്കങ്ങള് ആഭരണങ്ങളാണ്. മറ്റൊരു നാമത്തിൽ വരുമ്പോൾ വരും ഇത്. താടങ്കങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ ദേവിക്ക് ഒരിക്കലും അഴിക്കേണ്ടി വരില്ല. കാരണം ദേവി ഇത് അഴിക്കേണ്ട ഗതികേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രഹ്മാണ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ദേവി ആഭരണഭൂഷിതയായിട്ട് എന്നും അങ്ങനെ ഐശ്വര്യത്തോടു കൂടി ഭർത്തൃമതിയായിട്ട് വിളങ്ങുന്നതാണ് ദേവി. അപ്പോ തൻ്റെ കുണ്ടലങ്ങൾ താടങ്കങ്ങളാണ് സൂര്യനും ചന്ദ്രനും ദേവിയുടെ, തപനനും ഉടുപനും. അപ്പോ ഇവരെയൊക്കെ സൂര്യനെ ചന്ദ്രനാക്കാനും ചന്ദ്രനെ സൂര്യനാക്കാനും ദേവിയുടെ ശക്തിക്ക് കഴിയും. അതുകൊണ്ട് ഭക്തരുടെ മനസ്സിലുള്ള താപങ്ങളെല്ലാം ദേവി മാറ്റി
ചന്ദ്രികയാക്കി തരും എന്നുള്ളതാണ്. എന്ത് ചെയ്താൽ? സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഭക്തിയോടുകൂടി ദേവിയെ സമീപിപ്പിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രികായേ നമ എന്നുള്ള നാമം നമുക്ക് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവിടെ ദേവിയെ നമസ്കരിക്കാം. അടുത്ത നാമം 358 നാമം തരുണി എന്നാണ്. തരുണി എന്ന് പറഞ്ഞാൽ യൗവനയുക്തയായ യുവതിക്കാണ് തരുണി എന്ന് പറയുക. അപ്പോൾ പൊതുവെ നമ്മൾ 16 മുതൽ 30 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകളെയും തരുണി എന്ന് പറയും. തരുണീമണി അതാ പോണു എന്ന് പറഞ്ഞാൽ 16 മുതൽ 30 വരെയുള്ള സ്ത്രീകളെ. 30 കൂടിയവർ പേടിക്കണ്ട, അവർ നമുക്ക് തരുണി എന്ന് വേണമെങ്കിൽ പറയാം, മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ. അപ്പോൾ തരുണി എന്ന് പറഞ്ഞാൽ യൗവനയുക്തയാണ്. അപ്പോൾ ലളിതാംബിക ഇവിടെ എങ്ങനെയാണ്? കാമേശ്വരന്റെ പത്നിയായിട്ട് നിത്യ യൗവനയുക്തയാണ് ദേവി. ദേവിക്ക് കലകളൊന്നുമില്ല. നമ്മൾ കണ്ടു, ചന്ദ്രന് കലകളുണ്ട്. ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാവും, അതുപോലെ തന്നെ അമാവാസിയാവും. നമ്മുടെ ശരീരത്തിന് ക്ഷയവും വൃദ്ധിയും ഉണ്ട്. നമ്മളുടെ ശരീരം അങ്ങനെ കൂടി നല്ല യുവത്വം ഏറുമ്പോൾ നമ്മൾ 30 വയസ്സിൽ ഏറ്റവും നല്ല ശോഭിക്കുന്ന യുവാവും. പിന്നെ കുറേ കാലം അത് നിലനിർത്തും. 40 വയസ്സാകുമ്പോൾ വീണ്ടും കുറഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ ഇതൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. ദേവി നിത്യ യൗവനയുക്തയാണ്. അതുകൊണ്ട് ദേവി തരുണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി തരുണി പിന്നെ അടുത്ത നാമമാണ് ദേവിയുടെ തരുണി എന്നുള്ള ഒന്നും കൂടി വിശദീകരിക്കാം. ശരിക്ക് ദേവി നിത്യ പൂർണ്ണ എന്നൊക്കെയുള്ള നാമത്തിൽ നമ്മൾക്കറിയാം. നിത്യ എന്നുള്ള നാമത്തിൽ ദേവി നിത്യയാണ് എന്ന് നമ്മൾ കണ്ടു. പൂർണ്ണ എന്നുള്ള നാമത്തിൽ ദേവി എന്നും പൂർണ്ണയാണ് എന്ന് കണ്ടു. അതുകൊണ്ടാണ് ദേവി എന്നും ഇവിടെ തരുണിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ദേവി എന്താണ്? ബ്രഹ്മമാണ് ദേവി. ദേവി തേജസ്വിനിയാണ്, സദാ തേജസ്വിനിയാണ്. അഗ്നി പോലെ എന്നും പുതുമയാർന്നാണ്. അഗ്നി ഒരിക്കലും പഴയ അഗ്നി, ഇന്നലെ അടുപ്പിൽ കത്തിച്ച അഗ്നി എടുക്കാൻ ഞാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ചത്തെ അഗ്നി ഇല്ലേ അവിടെ, അത് കൊണ്ടുവരൂ, പറയാൻ പറ്റില്ല. എന്ത് സാധനങ്ങളും പഴകും, പക്ഷെ അഗ്നി എപ്പോഴും പുതുതോടുകൂടിയിരിക്കും. ഏറ്റവും പരിശുദ്ധമായ വസ്തുവാണ് അഗ്നി. അതിന് ഒരു നേരം നിമിഷം പോലും പഴക്കമില്ല എന്നുള്ളതാണ് അഗ്നിയുടെ പ്രത്യേകത. അതുകൊണ്ട് ഇവിടെ ദേവിയും അതുപോലെ തന്നെയാണ്. എന്നും ദേവി പുതിയതായിരിക്കുന്നു. അതുകൊണ്ട് ദേവിയുടെ നാമം തരുണി. ഓം തരുണി നമ എന്ന് നമുക്കിവിടെ നമസ്കരിക്കാം ദേവിയെ. ഇനി 359 നാമം താപസാരാധ്യ. താപസാരാധ്യ. ഇവിടെ താപസാരാധ്യ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ. താപസന്മാര് എന്ന് പറഞ്ഞാൽ മുനിശ്രേഷ്ഠന്മാരാണ്. വളരെ സിദ്ധികളൊക്കെ ആർജിച്ചവരാണ്. അവരാൽ എന്നും ആരാധിക്കപ്പെടുന്നവളാണ്. ഇപ്പോഴോ താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നു, മുനിജനങ്ങളാൽ ആരാധിക്കപ്പെടുന്നു, അതുപോലെ ചന്ദ്രനാൽ ആരാധിക്കപ്പെടുന്നു, സൂര്യനാൽ ആരാധിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു താമര എന്ന അർത്ഥമുണ്ട് താപസൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ചന്ദ്രനും താപസൻ എന്ന അർത്ഥമുണ്ട്. ഇതൊക്കെ താപസൻ എന്നുള്ള അർത്ഥത്തിൽ അറിയപ്പെടുന്നതാണ്. താപസന്മാര്, മുനികള്, ചന്ദ്രൻ, താമര, ഇതൊക്കെ കൊണ്ട് ദേവി, അല്ലെങ്കിൽ ഇതെല്ലാം ദേവി ഇവരൊക്കെ ആരാധിക്കുന്നതാണ് ദേവി. അതുകൊണ്ട് ദേവിയെ താപസാരാധ്യ എന്ന് വിളിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദേവിയെ ഉപാസകരെല്ലാവരും വളരെ ഹൃദയത്തോട് ചേർത്ത് ആരാധിക്കുന്നു. അതുകൊണ്ടാണ് ദേവി താപസാരാധ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. ഇനിയോ തനുമധ്യ, 360 നാമമാണ് തനുമധ്യ. ഇവിടെ തനുമധ്യ എന്ന് പറഞ്ഞാൽ പണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ദേവിയുടെ നാമം പഠിക്കുമ്പോൾ. ദേവിയുടെ തനു എങ്ങനെയാണ്? വളരെ കൃശമാണ്. നമ്മൾ നേരത്തെ ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണന കണ്ടപ്പോഴേ നമ്മൾ കണ്ടു. ദേവിയുടെ നടുഭാഗം വളരെ കൃശമായിട്ടുള്ളതാണ്, കൃശമായ അരക്കെട്ടോടു കൂടിയതാണ്. മധ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ മധ്യഭാഗം, നടുപ്രദേശം, അരക്കെട്ട് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ദേവിയുടെ തനു വളരെ കൃശമായിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ദേവി? സുന്ദരഗാത്രിയാണ് ദേവി, വളരെ സൗന്ദര്യമുള്ളവളാണ് ദേവി. ഇനി ഇവിടെ തനു മധ്യമേ ഇല്ല. മധ്യമില്ലെങ്കിൽ ആദിയും അന്തവും ഉണ്ടോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ആദിയും ഇല്ല ദേവിക്ക്, അന്തവുമില്ല. അതുകൊണ്ടാണ് മധ്യം ദേവിയുടെ ഏറ്റവും കൃശമായിട്ട് കാണിക്കപ്പെടുന്നത്. അപ്പോൾ ആദിയും അന്തവുമില്ലാത്ത ദേവി ഇവിടെ തനുമധ്യ, കൃശഗാത്രിയാണ്, അല്ലെങ്കിൽ കൃശമായ തനുവോടുകൂടിയവളാണ്. അപ്പോൾ മധ്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റുമില്ല, ഫ്യൂച്ചറുമില്ല. പ്രസന്റ് ഉണ്ടോ? സംശയമാണ്.
അപ്പോ ഇതുകൊണ്ടാണ് ദേവി പറയുന്നത്, ദേവി കാലങ്ങൾക്ക് അതീതയാണ്, ദേവി ദേശങ്ങൾക്ക് അതീതയാണ്, ദേവി രൂപങ്ങൾക്ക് അതീതയാണ്. അതുകൊണ്ട് ദേവി തനുമധ്യ എന്ന നാമത്തില് ദേവി അറിയപ്പെടുന്നു. ഇനി കാഞ്ചീപുരത്തുള്ള ദേവിയെ, കാഞ്ചീപുരത്തെ ക്ഷേത്രത്തിലുള്ള ദേവിയാണ് തനുമധ്യ എന്നുള്ള ഒരു നാമത്തില് ദേവി അറിയപ്പെടുന്നുണ്ട്. കാഞ്ചീപുരത്തുള്ള ക്ഷേത്രത്തിലുള്ള ഒരു ദേവി. അപ്പോ ഈ നാമത്തിലും ദേവി അറിയപ്പെടുന്നു. അതുകൊണ്ട് ദേവിയുടെ നാമം തനുമധ്യ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ദേവിയുടെ ആദിയും അന്തവുമില്ല. ദേവി ബ്രഹ്മാണ്ട സ്വരൂപിണിയാണ്. അതുകൊണ്ട് ദേവി എന്നും എന്നും നിലനിൽക്കുന്ന ശക്തിയാണ്, സുന്ദരിയാണ്. അതുകൊണ്ട് ദേവി വൃഷഗാത്രിയാണ്. ഇവിടെ മധ്യഭാഗം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ളവളാണ്. അപ്പോ ഫിസിക്കലി പറയുമ്പോൾ, സ്ഥൂല രൂപത്തിൽ പറയുമ്പോൾ സൗന്ദര്യവതി എന്നും, നമ്മൾ വേദാന്ത രൂപത്തിൽ പറയുമ്പോൾ ആദിയും അന്തമില്ലാത്ത ദേവിയാണ്, ദേവി ബ്രഹ്മം തന്നെയാണ് എന്നുള്ള അർത്ഥവും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ദേവിയുടെ നാമം തനുമധ്യ. ഇനി 360 നാമം തമോപഹ. തമോപഹ, തമോപഹ എന്ന് പറഞ്ഞാൽ തമസ്സിനെ നശിപ്പിക്കുന്നവൾ, അപഹരിക്കുന്നവൾ. തമോ എന്ന് പറഞ്ഞാൽ തമസ്, തമോ എന്ന് പറഞ്ഞാൽ. അപഹ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൾ, അപഹരിക്കുന്നവൾ. അപ്പോ തമസ്സിനെ, ഇരുട്ടിനെ, അജ്ഞാനത്തെ. തമസ് എന്താണ്? അജ്ഞാനമാണ്. അവിടെ സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ ഇരുട്ടില്ല പിന്നെ. അപ്പോ പ്രകാശം എവിടെ വരുന്നുവോ അത് ജ്ഞാനമായി മാറും. നമ്മൾ ഇരുട്ടത്ത് കാണുന്ന കയറിനെ പാമ്പെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ അവിടെ വെളിച്ചം വരുമ്പോൾ ജ്ഞാനം വരുന്നു. അതോ ഇത് പാമ്പല്ല, കയറാണെന്ന് മനസ്സിലാവുന്നു. ഇത് തന്നെയാണ് നമ്മൾക്കൊക്കെ കാണുന്നത് സത്യമാണെന്ന്, കൃത്യമായിട്ടുള്ള വെളിച്ചമുണ്ടെന്ന് അറിയാതെ കാണുന്നതൊക്കെ സത്യമാണെന്ന് കരുതുകയാണ് നമ്മൾ. അപ്പോൾ ഇത് തന്നെയാണ് ഈ പാമ്പും കയറും തമ്മിലുള്ള ബന്ധം. കാരണം നമ്മൾക്ക് അവിടെ കൃത്യമായിട്ടുള്ള വെളിച്ചമില്ല. ആ വെളിച്ചം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ അറിയുന്ന ഓരോ പരമാർത്ഥങ്ങളും നമ്മൾ പരമാർത്ഥങ്ങളാണെന്ന് വിശ്വസിക്കുമ്പോൾ കൃത്യമായിട്ട് ജ്ഞാനം ഉണ്ടായിട്ടാണോ നമ്മളത് അങ്ങനെ ചിലപ്പോൾ നമ്മൾ വളരെ ശക്തമായിട്ട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെ ശരിയാവുക, ഇതെങ്ങനെ ശരിയാവുക, ഈ തത്വം എങ്ങനെ ശരിയാവുക. പക്ഷേ അവിടേക്ക് ആ തത്വത്തെ അറിയാനുള്ള ആ ടോർച്ച് ലൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ തത്വം പകൽ പോലെ നമുക്ക് വ്യക്തമാവും. അതുകൊണ്ട് ആ തത്വജ്ഞാനം തരുന്നവളാണ് ദേവി. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും ആ തമോ ഗുണത്തെ അകറ്റിയിട്ട് പ്രമാദം, ആലസ്യം, നിദ്ര, ഈ തമോ ഗുണങ്ങളെയൊക്കെ അകറ്റിയിട്ട് എന്താണ് ദേവി തന്നെ ഊർജ്ജസ്വലരാക്കിയിട്ട് നമ്മളെ ജ്ഞാനദൃഷ്ടി നൽകി ശരിയായ പാതയിലൂടെ നടത്തി നമ്മളെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം തമോപഹ. ഓം തമോപഹായേ നമഃ. ഇതോടുകൂടി ഈ 79 ശ്ലോകം തീർന്നു. വളരെ എളുപ്പമുള്ള ശ്ലോകമായിരുന്നു. താപത്രയാഗ്നിസന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യാ തമോപഹ. അങ്ങനെ 80 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക്. ചിദിസ്തത്പദലക്ഷാർത്ത ചിദേകരസരൂപിണി സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. ചിദിസ്തത്പദലക്ഷാർത്ത. ഇവിടെ ഒരൊറ്റ നാമമാണ്, 2 നാമങ്ങളാണ്. ചിദിഹി എന്നുള്ളതാണ്, ചിദിസ് എന്ന് വരുന്നുണ്ട്. ചിദിസ് തത് എന്നാണ് എഴുതുന്നത്. ഒരുമിച്ച് അത് കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ സന്ധി യോഗം വരുമ്പോൾ ചിദിഹി തത് പദം എന്നുള്ളത് ചിദിസ് തത് എന്നായി മാറും. അപ്പോൾ ഇവിടെ ചിദിഹി എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ തത് പദ ലക്ഷ്യാർത്ഥ എന്നുള്ളത് മറ്റൊരു നാമമാണ്. തത് പദ ലക്ഷ്യാർത്ഥ. അപ്പോൾ ആദ്യത്തെ നാമം ചിദിഹി. ചിദിഹി എന്ന് പറഞ്ഞാൽ ചിത്ത് തന്നെയാണ്. ചിദിഹി എൻ്റെ സ്ത്രീലിംഗ രൂപമാണ്. എന്താണ്? ചിത്ത എന്ന നപുംസക രൂപമാണ്. ആ നപുംസക ശബ്ദത്തിൻ്റെ ഈകാരാന്തം സ്ത്രീലിംഗം ആണ്, ഏകവചനമാണ് ചിതി. ചിതിഹി എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കൃതത്തിൽ കുറച്ചൊക്കെ വ്യാകരണം പഠിക്കുമ്പോൾ ഇത് പഠിയും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ചിത്ത എന്നുള്ള നപുംസകത്തിൻ്റെ ഈകാരാന്തം സ്ത്രീലിംഗമാണ് ചിതിഹി എന്ന് വരുന്നത്. അപ്പൊ ചിത്ത് തന്നെയാണ് എന്ത്? ജ്ഞാനം. നേരത്തെ പറഞ്ഞ അജ്ഞാനം, തമോപഹ എന്നുള്ളിടത്ത് അജ്ഞാനം, അതിൻ്റെ വെളിച്ചമാണ് എന്ത്? ജ്ഞാനം. ഇവിടെയും ചിത്ത് എന്ന് പറഞ്ഞാൽ ആ ശുദ്ധ സച്ചിദാനന്ദം എന്ന് പറയുന്നതിൽ
ചിത്താണത്. സത്ത്, ചിത്ത്, ആനന്ദം. അപ്പൊ ആ ചിത്ത് ബ്രഹ്മത്തിന്റെ സ്വരൂപം തന്നെയാണ്. നമ്മൾക്കറിയാം ദേവി ബ്രഹ്മസ്വരൂപിണിയാണ്. ബ്രഹ്മത്തിന്റെ സ്വരൂപം തന്നെയാണ് ദേവി. അതുകൊണ്ട് അച്ചിതി എന്ന് പറയുന്ന ദേവി ജ്ഞാനസ്വരൂപിണിയാണ്. ഇവിടെ സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും സത്യമാണ്. അതുപോലെ തന്നെ സത്യം എന്താണ്? ഈ പരമാത്മാവിൻ്റെ രൂപമായിട്ട് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ജീവാത്മാവിൻ്റെ അംശം തന്നെയാണ് ആ സത്ത്. അതാണ് ആ സത്യം തന്നെയാണ് ഇവിടെ സത്ത് എന്ന് പറയുന്നത്. സത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല. സത്ത് പോയി എന്ന് തമിഴന്മാർ പറയും, ചത്തുപോയി എന്ന്. നമ്മൾ ചത്തുപോയി എന്ന് പറയുന്നതല്ല കറക്റ്റ്. സത്ത് തന്നെ പോയതാണ്, പിന്നെ സത്ത് പോയി എന്നാ പറയുക. സത്ത് കഴിഞ്ഞാൽ എന്ത് വരുന്നു? ചിത്ത് വരുന്നു. ചിത്ത് ശരിക്കും എന്താണ്? ജ്ഞാനമാണ്, ആ വെളിച്ചമാണ്. പിന്നെ വരുന്നതോ ആനന്ദമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ശുദ്ധബോധത്തിൽ നിന്നും വരുന്ന ആ ആനന്ദം തന്നെയാണ് എന്ത്? സച്ചിദാനന്ദത്തിൽ ആനന്ദം. ഇവിടെ ദേവി ചിതിഹി എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനസ്വരൂപം തന്നെ ചിത്തായിരിക്കുന്ന ദേവിയാണ്. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കുന്ന ആരാണ് ദേവി? വെളിച്ചമാണ്, ശുദ്ധജ്ഞാനബോധമാണ് ദേവി. അതുകൊണ്ട് ദേവി ചിതിഹി എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോൾ എല്ലാവരിലും ചൈതന്യമായിട്ട് വിളങ്ങുന്ന ശക്തിയാണ് ദേവി. അതാണ് യാ ദേവി സർവഭൂതേഷു ചൈതന്യേത്യഭിധീയതേ നമസ്തസ്യൈ 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 നമോ നമ എന്ന ആ ചൈതന്യമായി വാഴുന്ന ആ ദേവിക്ക് നമസ്കാരം. ഓം ചിതിഹൈ നമ എന്ന് പറഞ്ഞ് ദേവിയെ വണങ്ങാം. ഇനി അടുത്ത നാമമാണ് 363 നാമം, തദ് പദലക്ഷാർത്ഥ. തദ് പദലക്ഷ്യാർത്ഥ. തദ് പദലക്ഷ്യാർത്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ തദ് എന്നതുകൊണ്ട്, എന്ന പദം കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? തദ് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ തദ് എന്ന പദം കൊണ്ട് ലക്ഷ്യമായ അർത്ഥത്തോടു കൂടിയവൾ. തദ് എന്ന പദം കൊണ്ട് ലക്ഷ്യമായ അർത്ഥത്തോടു കൂടിയവൾ. അപ്പോൾ എന്താണ് തദ് എന്ന പദം എന്ന് അറിയണം, എന്നാലേ നമുക്കത് അറിയാൻ പാടുള്ളൂ. ഇവിടെ തത്വമസി, ശബരിമലയിലെ ഇപ്പോൾ മണ്ഡലകാലമാണ്, സ്വാമിയായി മാറുന്നു സ്വയം, അല്ലേ? മലയ്ക്ക് മാലയിട്ടിട്ട് സ്വാമിയും മാളികപ്പുറവുമായി മാറുന്നു, കറുത്ത വസ്ത്രം ധരിക്കുന്നു, എല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നയിക്കുന്നു. ഈ 41 ദിവസത്തെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ചിത്തശുദ്ധി വരുത്തുന്നു. അങ്ങനെ അവിടെ മുകളിൽ കയറുമ്പോൾ എന്താണ് അവിടെ കാണുക? വായിക്കാൻ നേരത്തെ തത്വമസി എന്ന് മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 18-ാം പടി കയറിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. അതെന്താണ്? ഒരു മഹാവാക്യമാണ്. കുറേ മഹാവാക്യങ്ങളുണ്ട്. അതിനകത്ത് 4 മഹാവാക്യങ്ങളെ ഏറ്റവും പ്രാധാന്യമേറിയതാണ്. അതിനകത്ത് സാമവേദത്തില്, ചാന്തോഗ്യോപനിഷത്തില് ഉള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മഹാവാക്യമാണ് തത്വമസി. അപ്പോൾ തത് എന്ന് പറഞ്ഞാൽ തത് ത്വം അസി, അത് നീ തന്നെയാകുന്നു. അപ്പൊ അതെന്താണ് ഇവിടെ? അത് എന്നത് ബ്രഹ്മസ്വരൂപം തന്നെയാണ്. ശരിക്കും പരമാത്മാവും വിശ്വവും ഒന്ന് തന്നെയാണ്. അപ്പൊ വിശ്വം ഒന്നാണ്, പരമാത്മാവും വിശ്വവും ഒന്നാണെങ്കിൽ വിശ്വത്തിന്റെ രൂപമാണ്, വിശ്വത്തിൽ നിന്ന് ഉടലെടുത്തതാണ് നമ്മളെല്ലാം. അപ്പോ പരമാത്മാവും നമ്മളും ഒന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കുമ്പോൾ അത് നീ തന്നെയാകുന്നു എന്നുള്ള അർത്ഥം അറിയും. ആ അർത്ഥം അറിയുമ്പോൾ ബ്രഹ്മസ്വരൂപിയായ ദേവി തന്നെയാണ് നാം എന്നറിയുന്നു. തത് പദലക്ഷാർത്ഥ. തത് എന്ന പദം കൊണ്ട് എന്താണോ ലക്ഷ്യമാക്കുന്നത്, തത് എന്ന പദം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കിയത്? അത് ദേവി എന്ന ശുദ്ധബ്രഹ്മം തന്നെയാണ്. അതിനെ എന്താണ് ലക്ഷ്യമാക്കിയത്? അത് ശുദ്ധബ്രഹ്മമാണെന്നാണ് ലക്ഷ്യമാക്കിയത്. ആ അർത്ഥം തന്നെയാണ് ദേവി എന്നാണ് പറയുന്നത്. അപ്പൊ തത് എന്ന് പറയുന്നത് എന്താണോ അത് തന്നെയാണ് ദേവി, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയും എന്നാണ് ഇവിടെ. അപ്പോ ശരിക്കും നമ്മള് ഇപ്പൊ ഒരാള് പണ്ട് നമ്മളൊക്കെ പറയില്ലയോ, അവനൊക്കെ വള്ളി ട്രൗസർ ഇട്ടിട്ട് മൂക്കട്ട ഒലിപ്പിച്ചിട്ട് നാട്ടിൽ നടന്നിരുന്നതായിരുന്നു. അങ്ങനെ അയാൾ പോയി എവിടെയോ, പോയതിന് ശേഷം വളരെ വലിയ മനുഷ്യനായി, അങ്ങനെ ഇമ്പാല കാറിലൊക്കെ വന്ന് ഇറങ്ങുകയാണ്, വളരെ വലിയ പൊസിഷനിലൊക്കെ ആയിട്ട്. അപ്പൊ ഇദ്ദേഹത്തെ ഗ്രാമത്തിൽ അറിയുന്ന ഒരാളുണ്ട്. ഇപ്പൊ കണ്ടാൽ തിരിച്ചറിയില്ല. അന്ന് വളരെ ശരീരമേ ഇല്ലാത്ത ആളായിരുന്നു. ഇപ്പോൾ നല്ല കൊഴുത്ത് തടിച്ച നല്ല കുമ്പയൊക്കെ ഉള്ള ആളാണ്, വളരെ പ്രൗഢതയുള്ള ആളാണ്, സ്ഥാനമാനങ്ങളുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന് വ്യത്യാസമുണ്ടോ? അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ മാറി, അദ്ദേഹത്തിൻ്റെ രൂപം മാറി, അദ്ദേഹത്തിൻ്റെ ഭാവം മാറി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അപ്പോഴും അത് തന്നെയായിരുന്നു.
ഇപ്പോഴും അത് തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ മാറ്റിയാലും മാറാത്ത ആ ഒന്നാണ് തത് എന്ന് പറയുന്നത്. അതാണ് ആ ബ്രഹ്മസത്യം. ആ ബ്രഹ്മസത്യം തന്നെ ആ അർത്ഥമായവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ തത് പദലക്ഷാർത്ഥ എന്ന് നാമത്തിൽ അറിയപ്പെടുന്നു. ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കുക ഈ നാമം ഓർക്കുമ്പോൾ. ഇനി 364 നാമം ചിതേകരസരൂപിണി. ചിതേകരസരൂപിണി, ദ എന്നാണ് കേട്ടോ. ചിതേകരസരൂപിണി. ഇവിടെ ചിത് എന്ന് പറഞ്ഞാൽ ചിത്ത് തന്നെയാണ്. അപ്പോ ചിത്ത് തന്നെ ഏകമായ രസരൂപത്തോടു കൂടിയവൾ. അപ്പോ ചിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞ 2 നാമത്തിലും ശുദ്ധബോധം അല്ലെങ്കിൽ വിശേഷ ജ്ഞാനം, ശുദ്ധബോധത്തെയും വിശേഷ ജ്ഞാനത്തെയും ഒക്കെയാണ് ചിത്ത് എന്ന് പറയുന്നത്. ആ ചിത്തിന്റെ ഏകരസം, ചിത്തിൽ നിന്നും ഭിന്നമല്ലാത്ത സ്ഥിതിയാണ് ഏകരസം എന്ന് പറഞ്ഞാൽ. അപ്പോ ചിതേകരസം എന്ന് പറഞ്ഞാൽ ചിത്തത്തിൽ നിന്നും ഭിന്നമല്ലാത്ത സ്ഥിതി, അതാണ് ഏകരസം. അത് ഏകരസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു രസവും അവിടെ ഇല്ല, അത് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോ ചിത്ത് എന്ന ആകുന്ന ഏകരസം രൂപമായിട്ടുള്ളവളാണ് ചിതേകരസരൂപിണി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധബോധത്തിൽ നിന്നും അഭിന്നമായിട്ടുള്ള രൂപത്തോടു കൂടിയ ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി എന്നാണ് ഇത് ചിതേകരസരൂപിണി എന്ന് പറയുന്നത്. അപ്പോ ചിത്ത് ഏകരസമായിട്ടുള്ള രൂപിണിയാണ് ദേവി, ആ രൂപത്തോടു കൂടിയവളാണ് ദേവി എന്നുള്ള അർത്ഥം ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. കാരണം ദേവിക്ക് മറ്റൊന്നുമില്ല, ശുദ്ധബോധമല്ലാതെ ദേവിക്ക് മറ്റൊരു മായകളും ഇല്ല ദേവിക്ക്. അതുകൊണ്ട് അശുദ്ധജ്ഞാനം തന്നെയാണ് ദേവി, അത് തന്നെ ഏകരസമായിട്ടുള്ളതാണ് ദേവി. അതുകൊണ്ട് ദേവി ചിതേകരസരൂപിണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഓം ചിതേകരസ്വരൂപിണിയായി നമ എന്ന് നമുക്കിവിടെ വന്ദിക്കാം. ഇനി 365 നാമം സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. ഇതും ഒരൊറ്റ 16 അക്ഷരങ്ങളുള്ള ഒറ്റ നാമമാണ്. സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. ഇവിടെ സ്വ ആത്മാനന്ദം, ഇതിനെ പിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഓർക്കൂ. സ്വ ആത്മാനന്ദം, സ്വാത്മാനന്ദം എന്ന് പറഞ്ഞാൽ സ്വ ആത്മാനന്ദം, സ്വന്തമായിട്ടുള്ള ആത്മാനന്ദം. സ്വന്തമായിട്ടുള്ള ആത്മാനന്ദം അതെന്താണ്? നമ്മളൊക്കെ അനുഭവിക്കുന്ന ആത്മാനന്ദം. അതില് ലവീഭൂതം, ലവീഭൂതം എന്ന് പറഞ്ഞാൽ ലവമായി ഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പമായി ഭവിച്ചത്, അതാണ് ലവീഭൂതം എന്ന് പറയുന്നത്. കണിക ആയി ഭവിച്ചത് അല്ലെങ്കിൽ ചെറുതായി ഭവിച്ചത്. സ്വ ആത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇതിൻ്റെ അർത്ഥം. കാരണം എളുപ്പമാണ് അർത്ഥം, പക്ഷേ അത് വിഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ലവീഭൂതം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ തെറ്റായിട്ടുള്ള ചെറുതാണെങ്കിൽ എങ്ങനെ സ്വാത്മാനന്ദം ചെറുതായോ എന്നുള്ളൊരു ഡൗട്ട് വരും. അതിനാണ് ബ്രഹ്മാദ്യാനന്ദ സന്തതി എന്നുള്ള നാമത്തെ കൂട്ടുന്നത് അതിൻ്റെ കൂടെ. അപ്പോൾ ശരിക്കും നമുക്ക് ആദ്യം ആനന്ദവും സ്വാത്മാനന്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണാം. എന്നിട്ട് മുഴുവൻ അർത്ഥവും ആ പദത്തിൻ്റെ നാമത്തിൻ്റെ നമുക്ക് കാണാം. അപ്പോൾ ശരിക്കും നമുക്ക് വിശക്കുന്നു, അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണം കിട്ടി, നല്ല മണവും രുചിയൊക്കെയുള്ള ഭക്ഷണം, അത് നമുക്ക് ആനന്ദം പകരും. അതുപോലെ തന്നെ നമുക്ക് രോഗം വന്നു, നമ്മൾ പീഡിതരാണ്, ആ പീഡയൊക്കെ മരുന്ന് കഴിച്ചപ്പോൾ മാറി, നല്ല സുഖം, നല്ല തലവേദന, ഒരു ഗുളിക കഴിച്ചപ്പോൾ മുഴുവൻ മാറി. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? ഒരു ആനന്ദം വരും, സന്തോഷം വരും, സംതൃപ്തി വരും. ദാരിദ്ര്യം, അത് പെട്ടെന്ന് ധനലബ്ധി ഉണ്ടായി, അപ്പോൾ നമുക്ക് എന്ത് വരും? സന്തോഷം വരും. ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് എന്താ പറയുക, ഈ സ്ഥാവര ജംഗമ വസ്തുക്കളെ കൊണ്ടുണ്ടാവുന്ന ആനന്ദമാണ്. ഭൗതിക സുഖങ്ങളെ കൊണ്ടുണ്ടാവുന്ന ആനന്ദത്തെ നമ്മൾ പൊതുവെ ആനന്ദം എന്ന് പറയുന്നു. ആത്മാനന്ദം എന്താണ്? എല്ലാറ്റിലും തൃപ്തനായി, സകല കാര്യങ്ങളിലും തൃപ്തനായിട്ട് താൻ വിശ്വത്തിൻ്റെ തന്നെ പ്രതിരൂപമാണെന്നും വിശ്വാധാരമായ പരമശക്തിയും താനും അഭിന്നമല്ലെന്നും ഉള്ള ജ്ഞാനമുണ്ടാവുകയാണ്. വിശ്വാധാരമായിട്ടുള്ള ആ പരമശക്തിയും താനും അഭിന്നമല്ല, താൻ വിശ്വത്തിൻ്റെ തന്നെ രൂപമാണെന്നും ഉള്ള ആ ബോധമുണ്ടാണ്. ആ ബോധം ഉണ്ടാവുമ്പോൾ അവിദ്യയെല്ലാം നീങ്ങിപ്പോവും. എന്നിട്ട് ജ്ഞാനികളുടെ ശുദ്ധബോധം നമുക്കുണ്ടാവും. അപ്പൊ സർവദാ ആനന്ദമായിരിക്കും.
അതാണ് ആ പീയൂഷധാരയിൽ നമ്മൾ യോഗനിദ്രയിൽ പോയിട്ട് ആ പീയൂഷധാരയിൽ കുളിക്കുമ്പോൾ കിട്ടുന്ന നൈമിഷികമായിട്ടുള്ള ആനന്ദവും അതിന് തുല്യമാണ്. പക്ഷെ അതിലും എത്രയോ വലുതാണ് പരമമായിട്ടുള്ള ഈ ആനന്ദം. ആ ബ്രഹ്മതത്വത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ശുദ്ധബോധത്തിൽ നിന്നും വരുന്ന ആനന്ദം, അത് സ്വ ആത്മാനന്ദമാണ്. അത് ഒരു വസ്തുക്കളെയും ഇപ്പോൾ നമ്മുടെ ആനന്ദമൊക്കെ എങ്ങനെയാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾ, തിങ്സ് ആൻഡ് പൊസഷൻസ്. അതിനെ ഒട്ടിച്ചേർന്നുകൊണ്ടുള്ള ആനന്ദമാണ്. അത് കിട്ടുമ്പോൾ ആനന്ദം ഉണ്ടാവും കുറച്ചു നേരത്തേക്ക്, അയാളെ കാണുമ്പോൾ ആനന്ദം ഉണ്ടാവും കുറച്ചു നേരത്തേക്ക്. പക്ഷേ ആ ആനന്ദങ്ങളൊന്നും സ്വ ആത്മ ആനന്ദമല്ല. അപ്പോൾ സ്വാത്മാനന്ദം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മവും ഞാനും ഒന്നാണെന്നുള്ള തത്വമസി എന്നുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ മായകളിൽ നിന്നെല്ലാം നീങ്ങിയിട്ട് ശുദ്ധബോധം തെളിഞ്ഞു വരികയാണ്. ആ ശുദ്ധബോധത്തിന്റെ ആനന്ദത്തിലിരിക്കുന്ന അവസ്ഥയാണ് സ്വ ആത്മാനന്ദം. അപ്പോൾ ഈ സ്വ ആത്മാനന്ദം ആരാണ്? അത് ബ്രഹ്മാദ്യാനന്ദ സന്തതി. ഇവിടെ സന്തതി എന്ന് പറഞ്ഞാൽ സമൂഹം എന്നാണ് അർത്ഥം. പരമ്പരകൾ, സന്തതി പരമ്പരകൾ എന്ന് പറയില്ലേ? ഇപ്പൊ സന്തതി എന്ന് പറഞ്ഞാൽ മക്കളൊന്നും അല്ല, അവിടെ പരമ്പര അല്ലെങ്കിൽ സമൂഹം. അപ്പോ ബ്രഹ്മ ആദി സന്തതികള് അല്ലെങ്കിൽ ബ്രഹ്മ ആദി പരമ്പരകള്, ബ്രഹ്മ ആദി സമൂഹങ്ങള്, അവരുടെയൊക്കെ ആനന്ദം എന്താണ്? ലവീഭൂതമാണ്, ഒരു കണികയാണ്. ദേവി ഒരു സാഗരമാണെങ്കിൽ ഒരു കണിക മാത്രമാണ് ഈ ദേവി എന്ന സ്വാത്മാനന്ദം. എത്ര മനോഹരമായ അർത്ഥമാണെന്ന് ആലോചിച്ച് നോക്കൂ. ദേവി എന്ന സ്വാത്മാനന്ദം ബ്രഹ്മാദ്യാനന്ദ സന്തതികളുടെ, ബ്രഹ്മാദി ദേവന്മാരുടെ പരമ്പരകളുടെ അല്ലെങ്കിൽ ബ്രഹ്മാദി ദേവന്മാരെന്ന കൂട്ടത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു എന്താണ്? ദേവിയുടെ ആനന്ദത്തിൻ്റെ ഒരു ലവീഭൂതമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പമാണ്, അല്ലെങ്കിൽ ലവമായി കണികയായി ഭവിച്ചതാണ് എന്നാണ് അർത്ഥം. അപ്പോൾ സ്വാത്മാനന്ദം എന്ന് പറയുന്നത് ആ ദേവി പരബ്രഹ്മമാണ്. നമ്മൾക്ക് പോലും അതറിയാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെക്കുറിച്ചും ഒരു ബോധറേഷനും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ആനന്ദം, ദേവിയായിരിക്കുന്ന ആനന്ദം ഈ സകല ദേവന്മാരുടെയും ബ്രഹ്മാവിൻ്റെയും ഒക്കെ ആനന്ദം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവയെല്ലാം എന്താണ്? വെറും ഒരു കണിക മാത്രമാണെന്നുള്ളതാണ്. ഇവിടെ രണ്ട് മൂന്ന് നാമങ്ങൾ ഓർത്തിരിക്കണം, അർത്ഥം ഓർത്തിരിക്കണം. സ്വ ആത്മാനന്ദം എന്നുള്ള ഓർത്തിരിക്കണം. ലവീഭൂതം എന്ന് പറഞ്ഞാൽ ലവം എന്ന് പറഞ്ഞാൽ കണികയായിട്ടാണ്, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയതാണെന്ന് ഓർക്കുക. സന്തതി എന്ന് പറഞ്ഞാൽ ഇവിടെ പരമ്പര അല്ലെങ്കിൽ കൂട്ടം എന്നാണ്. അപ്പോൾ ബ്രഹ്മാദ്യാനന്ദ സന്തതികളുടെ ആനന്ദം നോക്കുമ്പോൾ ദേവിയുടെ ആനന്ദം അപരിമിതമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ആനന്ദത്തിന്റെ രൂപമാണ് ദേവി, അതിൻ്റെ വെറും കണികകൾ മാത്രമാണ് മറ്റുള്ള ആനന്ദങ്ങളൊക്കെ എന്നുള്ളതാണ്. ഇനി ഇതോടുകൂടി ഈ പെട്ടെന്ന് ഈ ശ്ലോകവും തീർന്നു. കാരണം 365 നാമം ഒരൊറ്റ നാമമാണ്. ഒന്ന് ചൊല്ലി നോക്കാം, അപ്പോൾ അർത്ഥങ്ങളൊക്കെ പിടികിട്ടുണ്ടോന്ന് ഈ പറഞ്ഞതൊക്കെ ഒന്ന് മനസ്സിൽ എല്ലാവരും കാണുക. ഈ അർത്ഥങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ചിതിസ്തത്പദലക്ഷ്യാർത്ഥ ചിദേകരസരൂപിണി സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. അപ്പോൾ ആ ശ്ലോകം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ശ്ലോകമാണ് 81 ശ്ലോകം. പരാപ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക. പരാപ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക. ഇവിടെ 366 മുതൽ 372 വരെയുള്ള 7 നാമങ്ങളാണ് ഈ 81 ശ്ലോകത്തിലുള്ളത്. ആദ്യത്തെ നാമം ഏറ്റവും വലിയ വിശിഷ്ടമായ നാമമാണ്. ഈ നാമത്തെ നമ്മൾ പലതരത്തിലും വ്യാഖ്യാനിച്ചു. ഇനി ഇതിനെ ശരിക്കും ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള നമ്മുടെ പൂർവികരൊക്കെ വിശേഷിപ്പിച്ച പോലെ എത്ര വിശേഷിപ്പിച്ചാലും തീരില്ല ഇത്. അപ്പോൾ എനിക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറയാനുള്ള അർഹതയില്ല. പരാ എന്നുള്ള നാമം. പക്ഷേ ഇവിടെ ബ്രഹ്മാണ്ഡ സ്വരൂപിയായിട്ടുള്ള പരാ എന്നുള്ള നാമവും അതുപോലെ തന്നെ ഈ പിണ്ടാണ്ഡ സ്വരൂപമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ നാദവും ഒക്കെ നോക്കുമ്പോൾ എങ്ങനെ ഇതിനെ ഘടിപ്പിക്കാം എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇവിടുത്തെ അർത്ഥം ഏതെടുക്കണം എന്ന് നമുക്കറിയാം. പരാ എന്ന് പറഞ്ഞാൽ ശരിക്കും സംസ്കൃതത്തിലെ വേർഡ് നോക്കിക്കഴിഞ്ഞാൽ അനന്യം, ശ്രേഷ്ഠം, അതീതം
എല്ലാറ്റിനും മുകളിൽ, എല്ലാറ്റിനും ഉപരി എന്നൊക്കെയാണ് പര എന്ന് പറയുന്നത്. അതിനൊരു ഡെഫിനിഷൻ ഇല്ല. ദ അൾട്ടിമേറ്റ് തിങ്. അതിനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നതിനും അപ്പുറമാണ് പര എന്നുള്ളത്. ഇമാജിൻ ചെയ്യാത്ത പലതും എക്സിസ്റ്റന്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്ത്രവിദ്യയിലൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞു. നമ്മൾക്ക് ഇമാജിൻ ചെയ്യാത്ത പല കാര്യങ്ങളും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന പല ജീവജാലങ്ങളും ഈ ഭൂമുഖത്തുണ്ട്. അപ്പോൾ നമ്മൾ സത്യമല്ലെന്ന് വിചാരിക്കുന്നത് അവർക്ക് സത്യമായി മാറും. അതുപോലെ തന്നെ ഇവിടെ പരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത, അതിനൊക്കെ അപ്പുറമുള്ള, നമ്മൾക്കല്ല. ഇപ്പോൾ ന്യൂട്ടനോ ഐൻസ്റ്റീനോ ഒക്കെ നമ്മൾ പറഞ്ഞു 15% ന്യൂറോൺ ആക്റ്റീവ് ആയിരിക്കും, നമ്മുടെ 5% പോലും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അവർക്ക് പോലും അവരുടെ ബോധം പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാൻ പറ്റില്ല, അവരുടെ തിയറി പോലും അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ പര എന്നുള്ളത് ശരിക്കും 100% ആക്ടിവേറ്റ് ആയിട്ടുള്ള സന്യാസി വര്യന്മാര് അനുഭവിച്ചതാണ്. അവർ ആ ഋഷീശ്വരന്മാർ എഴുതി വെച്ചതാണ് ഈ നാമങ്ങളെല്ലാം. അപ്പോൾ പര എന്നുള്ളത് അനന്യമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ആ രൂപം തന്നെയാണ്, ഈ ബ്രഹ്മത്തിന്റെ രൂപം തന്നെയാണ് ആ പര എന്നുള്ളത്. ഇനി ബ്രഹ്മാണ്ടത്തിന്റെ ഉൽപ്പത്തിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ മന്വന്തരങ്ങളിലും മഹാപ്രളയം വന്ന് ഈ ബ്രഹ്മാണ്ടം നശിച്ചു പോകും എന്നുള്ളതാണ് നമുക്കറിയാം. അങ്ങനെ നശിച്ചു പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? പ്രളയാനന്തരം ലോകത്തിന്റെ പുനഃസൃഷ്ടി വീണ്ടും വേണം. അപ്പോൾ ആ പുനഃസൃഷ്ടിക്ക് ആരാണ് കാരണം? ആ ശുദ്ധബ്രഹ്മം തന്നെ. അപ്പൊ ശുദ്ധബ്രഹ്മമായിരിക്കുന്ന ബ്രഹ്മത്തിന്, ഒന്നായിരിക്കുന്ന ബ്രഹ്മത്തിന് പലതാകാൻ തോന്നുകയാണ്. പലതാകാൻ തോന്നുമ്പോൾ അതിന് പലതരത്തിലും പല മാർഗങ്ങളിലും, ശാക്തേയ മാർഗങ്ങളിൽ ഒരു പേര് പറയും, അതുപോലെ തന്നെ ശൈവ മാർഗങ്ങളിൽ മറ്റൊരു പേര് പറയും, വൈഷ്ണവ മാർഗങ്ങളിൽ മറ്റൊരു പേര് പറയും. പക്ഷേ എല്ലാം ഒന്ന് തന്നെയാണ്. ആ ശുദ്ധബോധത്തിന് പലതാവാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും മായയാൽ മൂടിക്കിടക്കുകയാണ് ആ ശുദ്ധ ബ്രഹ്മം. അത് മായയ്ക്ക് ബാധിതമല്ല, പുറത്തൊക്കെ മായയാണ്. ശുദ്ധബ്രഹ്മം ഇങ്ങനെ സുഷുപ്താവസ്ഥയിൽ ഇരിക്കുകയാണ്. ആ സുഷുപ്താവസ്ഥയിലിരിക്കുന്ന ആ ബ്രഹ്മം എന്താണ് ഉണ്ടാവുന്നത്? ഘനീഭൂതമാവുന്നു. അതാണ് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം എന്ന ആദ്യത്തെ ശ്ലോകത്തില് ഗുരുവായൂരപ്പനെ കാണിച്ചു തരാൻ ഭട്ടതിരിപ്പാട് ഉപയോഗിച്ചത്. അത് തന്നെയാണ് കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. കാലങ്ങൾക്കും ദേശങ്ങൾക്കും ഒക്കെ അതീതമായിട്ടിരിക്കുന്ന, കട്ട പിടിച്ചിരിക്കുന്ന, സാന്ദ്രമായിട്ടിരിക്കുന്ന, തണുത്ത് കട്ട പിടിച്ചിരിക്കുന്ന ശുദ്ധബോധമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ സാന്ദ്രമായി മാറും. ആ ശുദ്ധബോധം, പ്രപഞ്ച ചൈതന്യം അങ്ങനെ ശുദ്ധബോധത്തെ കട്ട പിടിക്കുകയാണ്. അങ്ങനെ ഘനീഭൂതമായി തീരുമ്പോൾ സൃഷ്ടിയുക്തമായി തീരുകയാണ് ആ ആ ബോധം. ആ സൃഷ്ടിയുക്തമായിട്ടുള്ള ആ ഘനീഭൂതമായിട്ടുള്ള ബ്രഹ്മം രൂപമില്ലാത്തതിനാൽ ശാസ്ത്രങ്ങൾ അതിനെ എന്ത് വിളിക്കുന്നു? കാരണബിന്ദു എന്ന് വിളിക്കുന്നു. ഇപ്പൊ നമ്മൾക്കറിയാം പ്രൈമോഡിയൽ മാറ്റർ, അതാണ് ഇംഗ്ലീഷുകാർ പറയുക. കാരണജലധി എന്ന് വളരെ ശുദ്ധമായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളമാണ് എല്ലാറ്റിനും കാരണമായി വന്നതാണല്ലോ. ഇപ്പൊ കാരണജലധി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം ആയിട്ട് കിടക്കുകയല്ല അത്. ആ ബോധത്തിന്റെ, ആ ചൈതന്യത്തിന്റെ പരപ്പിനെയാണ് എന്ത് പറയുന്നത്? കാരണജലധി എന്ന്. ആ കാരണജലധിയില് ആ ബിന്ദുവാണ് എല്ലാം. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു 1000 കൈകളുള്ള ദേവൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറഞ്ഞു 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 വരുമ്പോ ഒരു കൈയും രണ്ട് കൈയും രണ്ട് കാലും മാത്രമാവുമ്പോൾ വിശ്വരൂപിയാണ്. അത് കഴിഞ്ഞ് അതൊരു ബിന്ദുവായി മാറുമ്പോൾ വിശ്വം തന്നെയായാണ്. പിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ ആദ്യം എന്താണ്? കാരണബിന്ദു, നിറഞ്ഞു നിൽക്കുന്ന കാരണബിന്ദുവാണ്. ആ കാരണബിന്ദു മായയുടെ സംസർഗം കൊണ്ട് കാര്യബിന്ദുവായി മാറുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇപ്പോൾ ബ്രഹ്മം സാന്ദ്രമാവുന്നു, കാരണബിന്ദു ആവുന്നു. കാരണബിന്ദു മായാസംസർഗം കൊണ്ട് കാര്യബിന്ദു ആകുന്നു. കാര്യബിന്ദു വീണ്ടും എന്താവുന്നത്? അതിൽ നിന്നും ആണ് എന്തുണ്ടാവുന്നത്? നാദം ഉറവെടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം നാദബ്രഹ്മം, ബ്രഹ്മത്തിന്റെ രൂപം തന്നെയാണ് ഓങ്കാരമായിട്ട് നാദബ്രഹ്മമായി ഇങ്ങനെ സ്പേസിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇതെല്ലാം, ഈ നാമങ്ങളെല്ലാം, ഈ ശ്ലോകത്തിലെ നാമങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോ ആ കാരണബിന്ദു എന്താ? മായാസംസർഗം കൊണ്ട് കാര്യബിന്ദു ആവും. പിന്നെ അതിൽ നിന്നും വീണ്ടും അത് ഈ നാദവും, നാദത്തിൽ നിന്നും എന്താണ് ഉണ്ടാവുന്ന? ബീജവും ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടത്തിന്റെ ആ ഉത്പത്തി ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും കാര്യബിന്ദു, കാരണബിന്ദു, നാദം, ഇതൊക്കെ ശരിക്കും നമ്മൾ പറഞ്ഞ സച്ചിദാനന്ദം തന്നെയാണ് ചിദ്രൂപമായി. അതാണ്
പര അല്ല പരം എന്നുള്ള അവസ്ഥയിലുള്ള കാരണബിന്ദു. കാര്യബിന്ദു സൂക്ഷ്മ അവസ്ഥയിലുള്ള ചിത്തും മായയും ചേർന്ന രൂപമാണ്. അത് കഴിഞ്ഞ് നാദമായി ഭവിക്കുമ്പോൾ അത് സ്ഥൂലമായി മാറും, അചിത്ത് എന്ന് പറയും, മായാരൂപമായി മാറും, മാത്രമായി മാറും. അപ്പോൾ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ത്രിവിധ രൂപമാണ് ഈ കാരണബിന്ദുവും കാര്യബിന്ദുവും നാദവുമൊക്കെ. അപ്പൊ ശരിക്കും ഘനീഭവിച്ച മൂലപ്രകൃതിയാണ് എന്തായി ഭവിക്കുന്നത്? ഈ ബ്രഹ്മാണ്ടമായി ഭവിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രളയത്തിന് ശേഷവും എല്ലാം തന്നെ ലയിപ്പിച്ച് സുഷുപ്തിയിലാവുന്ന ആ ബ്രഹ്മം പിന്നെ ഉണരുന്നത് ഇങ്ങനെ തനീയ ശക്തിയിൽ. എന്തുകൊണ്ട് ഉണരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെയാണ് നമ്മൾ ദേവിയെ കാണുന്നത്. ദേവി തന്നെ ചൈതന്യമാവുമ്പോഴാണ് അത് ഒന്ന് പലതാവാൻ അതിന് തോന്നുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മാണ്ട സൃഷ്ടിക്ക് കാരണമായി. ഇനി പിണ്ടാണ്ട സൃഷ്ടി എങ്ങനെ ഉണ്ടാവുന്നത്? ഇതുപോലെ തന്നെയാണ്. പരം സൂക്ഷ്മ സ്ഥൂല രൂപങ്ങളുടെ സൃഷ്ടിക്ക് ഒരുങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവ്യക്തവും അതുപോലെ കർണശ്രാവ്യവുമല്ലാത്ത ഒരു നാദം ഉണ്ടാകുന്നു. ആ നാദം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ മൂലാധാര ചക്രത്തിലാണ്. ഇതേപോലെ തന്നെ നമ്മളും ജനിക്കുന്നു. നമ്മളുടെ ആ ശരീരത്തിൻ്റെ ആ ചേതന മൂലാധാര ചക്രത്തിലെ നാദരൂപിയായിട്ട് ദേവി ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഘനീഭവിച്ച ബ്രഹ്മം തന്നെ അതിൻ്റെ രൂപം തന്നെയാണ് ഇവിടെ. അതാണ് മൂലാധാരത്തിൽ നിന്നും ശബ്ദോൽപത്തിക്ക് സ്ഥാനമുണ്ടാവുന്നു. ആ സ്ഥാനം, ആ അങ്കുരം, ആ ശബ്ദോൽപത്തിയുടെ ബ്രഹ്മത്തിൻ്റെ തന്നെ അടിസ്ഥാനമാണ് നാദം. ആ നാദം നമ്മുടെ മൂലാധാര ചക്രത്തിൽ ദേവിയായിട്ടിരിക്കുന്നു. ആ സ്ഥാനമാണ് പരാ എന്ന് പറയുന്നത്. ഇനി ഇതേ നാമത്തിൽ തന്നെ പശ്യന്തിയും മധ്യമയും വൈഖരിയുമുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഒരുമിച്ച് ടച്ച് ചെയ്ത് പോവും. അപ്പോൾ ഇവിടെ തന്നെ ഈ നാമത്തിൽ തന്നെ പറയും, പിന്നെ അവിടെ വിശദീകരിക്കില്ല. അപ്പോൾ പരാ എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു വിത്താണെന്ന് കരുതുക. ആ വിത്ത് ഒന്നുമില്ല, അത് തനിയെ പൊട്ടി മുളയ്ക്കാൻ തീരുമാനിക്കുക. കുറച്ച് വെള്ളമൊക്കെ കിട്ടി, അതിന് വെള്ളം കിട്ടിയോണ്ടെന്നല്ല വിത്ത്. ഇപ്പോൾ വറുത്ത ഒരു വിത്തിനെ എടുത്തിട്ട് നിങ്ങൾ ഇഷ്ടംപോലെ വെള്ളം ഒഴിക്കുമോ? അത് മുളച്ചു വരുമോ? വരില്ല. അപ്പോൾ അതിനകത്ത് ഒരു ചൈതന്യം വളരുന്നുണ്ട്. ആ ചൈതന്യം വളരുക എന്ന് പറഞ്ഞാൽ അത് വലുതാവാൻ തുടങ്ങും ആ വിത്ത്. എന്നിട്ടാണ് അത് പൊട്ടുന്നത്. ആ തുടങ്ങുന്ന അവസ്ഥ, ഉണങ്ങിക്കിടക്കുന്ന ഒരു പയറുമണി, ആ പയറുമണി പൊട്ടി അത് പൊട്ടണം എന്നുള്ള ഒരു അവസ്ഥ അതിന് തോന്നുന്നു. ആ അവസ്ഥയെ നമ്മളിവിടെ കമ്പയർ ചെയ്യാം എന്തുമായിട്ട്? അങ്കുരമായിട്ട്, നാദത്തിൻ്റെ അങ്കുരമായിട്ട് നമ്മുടെ ആ ബ്രഹ്മസ്വരൂപിയായ ദേവി മൂലാധാര ചക്രത്തിൽ സ്ഥിതയായിട്ട് അങ്കുരമായിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അവിടെ ഇരിക്കുന്ന ആ ബ്രഹ്മത്തിൻ്റെ, ഇവിടെ നാദത്തിനെയാണ് നമ്മളിവിടെ പരാ എന്ന് പറയുന്നത്, നാദത്തിനെയാണ്, ബ്രഹ്മാണ്ട സ്വരൂപത്തിനെയല്ല. നമ്മുടെ പിണ്ടാണ്ട സ്വരൂപത്തിലിരിക്കുന്ന ശബ്ദരൂപിയായിട്ടുള്ള ആദ്യത്തെ അങ്കുരമാണ് മൂലാധാരത്തിലിരിക്കുന്ന ആ ഒരു സ്പാർക്ക്, ഒരു വിത്ത് മുളയ്ക്കാനുള്ള തോന്നൽ പോലെ ആ ശബ്ദം ഉണ്ടാകുന്നു. ഇനിയോ ആ പര എന്നുള്ളത് പിന്നെ പതുക്കെ മണിപൂര സ്വാധിഷ്ഠാനവും ക്രോസ് ചെയ്തിട്ട് ഉയർന്ന് അത് മണിപൂര ചക്രത്തിലെ നാഭിസ്ഥാനത്തിലെത്തുന്നു ആ ശബ്ദം. അപ്പോൾ നാഭിയിലെത്തുമ്പോൾ നമ്മുടെ വ്യക്തിയുടെ എന്താണോ വ്യക്തി, ആ വ്യക്തിയുടെ ചിന്ത അതിലെ ചിന്താ വ്യാപാരങ്ങളിലൊക്കെ കലർന്നുകൊണ്ട് അത് പശ്യന്തി എന്നുള്ള കുറച്ചുകൂടി ഒരു 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 ലേശം കൂടി വ്യക്തതയുള്ള ഒരു ശബ്ദമായി മാറുന്നു. അപ്പോഴും അതൊന്നും ആർക്കും കേൾക്കാൻ പറ്റില്ല, നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. പശ്യന്തി എന്നുള്ള ഒരു ആ മണിപ്പൂര ചക്രത്തിനകത്ത് അടുത്ത് വെച്ച് പശ്യന്തി എന്നുള്ള രൂപത്തിലുള്ള ആ ഒരു ശബ്ദ തരംഗമായി മാറുന്നു. അങ്ങനെ ആ പശ്യന്തി വീണ്ടും എന്താണാവുന്നത്? രൂപമായും ആ ശബ്ദം വായുവിനാൽ ചേർന്ന്, അപ്പോൾ അവിടുന്നൊക്കെ നമ്മൾ വായുവുണ്ട്, പ്രാണവായുണ്ട്, വായുവിനാൽ ചേർന്ന് കൂടുതൽ ചലനാത്മകത ആ പശ്യന്തി എന്നുള്ള ശബ്ദത്തിന് കിട്ടുന്നു. അങ്ങനെ അനാഹത ചക്രം, അനാഹത ചക്രം എവിടെയാണ്? നമ്മളുടെ ഹൃദയസ്ഥാനമാണ്. ഹൃദയസ്ഥാനത്ത് ഈ ശബ്ദം എത്തുമ്പോൾ എന്തുണ്ടാവും? മധ്യമ എന്നുള്ള നാദത്തിന്റെ അവസ്ഥയായി മാറുന്നു. അപ്പോൾ ആ ഒരു സ്പാർക്ക്, ഇപ്പോൾ മുളയ്ക്കുന്ന ഒരു വിത്താണെന്ന് കരുതുക, അത് മുളയ്ക്കാൻ തുടങ്ങി, വീർക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തുണ്ടായി? അതിനകത്ത് ഒരു അങ്കുരം ഉണ്ടാവുന്നത് പോലെ അത് സോഫ്റ്റായി മാറുന്നു. അതിനുശേഷം അത് വീണ്ടും മുന്നിലോട്ട് കയറി ഹൃദയസ്ഥാനത്ത് അനാഹത പത്മസ്ഥാനത്ത് എത്തുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ അതിൽ ചേരുന്നു. അങ്ങനെ ചിന്തകൾ ചേരുമ്പോൾ അത് എന്താ? മധ്യമ എന്നുള്ള ആ ഒരു കുറച്ചുകൂടി ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള നാദത്തിന്റെ തരംഗ രൂപത്തിലേക്ക് പോകുന്നു. ഇനി മധ്യമ അവിടെ നിന്നും സഞ്ചരിച്ചിട്ട് നമ്മുടെ കണ്ഠസ്ഥാനത്തു കൂടെ പോയി നമ്മുടെ തൊണ്ടയിലെ ഓഷ്ടസ്ഥാനത്തും ജിഹ്വയിലും അതുപോലെ നാവിലും അതുപോലെ തന്നെ കണ്ഠത്തിലും ഒക്കെ ആ ഫ്രിക്ഷൻ വായുവായി കലർന്ന് ആ ഫ്രിക്ഷനിലൂടെ പോകുമ്പോൾ വൈഖരീനാദമായിട്ട് അത് പുറത്തേക്ക് വരുന്നു.
ആ വൈഖരീനാദം പല തരത്തില് നമ്മൾക്ക് ശബ്ദമുണ്ടാക്കാൻ പറ്റും. ആ ദേവി തന്നെയാണ് സാഗരമായിട്ട് മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ശബ്ദത്തിന്റെ ഒരു കണം മാത്രമാണ് നമ്മൾക്ക് ഈ പ്രകടിപ്പിക്കാൻ കഴിയുന്നത്. ഇപ്പൊ എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ നൂറിൽ ഒരു അംശം പോലും എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം ദേവിയായ സാഗരമാണ് ഉള്ളില്. അതിന്ന് ഒരു ചെറുതായിട്ടുള്ള അതിങ്ങനെ കുറഞ്ഞ് 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 ശബ്ദമായി പുറത്തു വരുമ്പോഴേക്കും വൈഖരി കേൾക്കാൻ പറ്റുന്ന ശബ്ദമാണ് എന്ത് വൈഖരി എന്നുള്ളത്. അപ്പോ വിശുദ്ധി ചക്രത്തിൽ എത്തിയിട്ട് വൈഖരി എന്നുള്ള ശബ്ദത്തിൽ അത് പുറത്തു വരുന്നു. അപ്പൊ നമുക്ക് ശ്രവണയുക്തമാണത്. കാണാനും പറ്റും. ശബ്ദത്തെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ചുണ്ടുകൊണ്ടുണ്ടാക്കുന്ന ശബ്ദം, നാവ് മുകളിലേക്ക് പോകുന്ന ശബ്ദം, ആകാരം ഒക്കെ കാണുമ്പോൾ അറിയാം നമുക്ക്. ഇപ്പൊ ഴ എന്നാണ് പറയുന്നത്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഓഷ്ടത്തിലും ഇത് ഇതിന്റെ താലവ്യത്തിന്റെയും മധ്യത്തിൽ നാവ് പോകുമ്പോൾ നമുക്കറിയാം ഴ എന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ കാണാനും കേൾക്കാനും പറ്റുന്ന രൂപത്തിൽ ഈ ശബ്ദം മാറുന്നു. ഇതാണ് ഇവിടെ വൈഖരി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടു പശ്യന്തി എന്താണെന്ന് കണ്ടു, നമ്മള് മധ്യമ എന്താണെന്ന് കണ്ടു, അതുപോലെ തന്നെ വൈഖരി എന്നുള്ള ആ നാദം ശ്രവണം പറ്റുക. അപ്പൊ നമ്മൾക്ക് എന്താണ് വൈഖരിയാണ് വാക്ക്. ഓ, അവന് കണ്ടെത്തുന്ന ശബ്ദം വന്നു എന്നുള്ളത്. ശരിക്കും അതല്ല. ദേവിയുടെ സ്വരൂപമായിട്ട് സാഗരമായി മൂലാധാരത്തില് അങ്കുരമായിട്ട് വന്നതാണ് എന്ത് ആ ശബ്ദം. അപ്പോ വൈഖരി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് വികർഷേണ ഖരമായത് എന്നുള്ളതാണ്. അപ്പോ ആ വികർഷണം നമ്മുടെ ആകർഷണ വികർഷണങ്ങൾ കൊണ്ട് ഖരരൂപം പ്രാപിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്ന ശബ്ദം ഉണ്ടാകുന്നത്. അതേസമയത്ത് മധ്യമ എന്ന് പറഞ്ഞാൽ അതിൻ്റെയും പിറകിലേക്ക് പോകണം. അപ്പൊ ആദ്യം നമ്മൾ എവിടുന്നാ പോകുന്നത്? മൂലാധാര ചക്രം പര എന്നുള്ള അവസ്ഥയിൽ നിന്നും വൈഖരിയിലേക്ക് വന്നു. ഇനി വൈഖരിയിൽ നിന്ന് നമ്മൾ താഴത്ത് പോയി നോക്കാം. വൈഖരിയിൽ നിന്നും വീണ്ടും ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് പോകുമ്പോൾ ചിന്തയുടെ തലമാണത്. എന്തോ പറയണമെന്നൊക്കെ ആലോചിക്കുന്നു. ചിന്തയും ചിന്തിക്കപ്പെടുന്ന വസ്തുവും ഒന്നായി നിൽക്കുന്ന ഒരു തരം. പക്ഷേ ശബ്ദമില്ല അവിടെ. അതിൻ്റെയും താഴത്തേക്ക് പോവുകയാണ് ആ ശബ്ദം. അപ്പോൾ ചിന്തിക്കാനുള്ള ശക്തി ഉണ്ടാക്കുന്ന ഒരു തലമാണത്. പശ്യന്തി എന്ന് പറയുന്ന തലമായി മാറും. വീണ്ടും താഴത്തേക്ക് പോകുമ്പോഴാണ് ആ ബ്രഹ്മത്തിന്റെ തന്നെ സ്ഫുലിംഗമായിട്ടുള്ള പര എന്നുള്ള ആ മൂലാധാര ചക്രത്തിലിരിക്കുന്ന ആ മുളയ്ക്കാനുള്ള വിത്തിനെ പോലെ ആ അങ്കുരമായിരിക്കുന്ന ശബ്ദമാണ് പര. ഇനി ഈ പര മനോന്മനി എന്നുള്ള നാമം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു പരയ്ക്ക് 9 തലങ്ങളുണ്ട്. വീണ്ടും താഴത്തേക്ക് എന്ന് ബിന്ദു ഏറ്റവും ചെറുതായിട്ടിരിക്കുന്ന അവസ്ഥയാണ് പരയുടെ ബിന്ദു എന്ന് പറയുന്നത്. അതിലും താഴത്ത് അർദ്ധചന്ദ്രൻ, അതിനും പകുതിയായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ രോധിനി എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അത് കഴിഞ്ഞാൽ നാദം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. നാദത്തിൻ്റെയും അന്ത്യത്തിലേക്ക് പോകുമ്പോൾ നാദം പുറപ്പെടുന്നതിന് അവസാനമായിട്ടുള്ള അവസ്ഥയാണ് നാദാന്തം എന്നുള്ള അവസ്ഥ. ആ നാദാന്തം വരാനുള്ള ആ ശക്തി രൂപിണിയായിട്ട് ദേവി കൊടുക്കുന്ന ആ ശക്തിക്ക് ശക്തി എന്ന അവസ്ഥയുണ്ട്. ശക്തിയിൽ നിന്നും വീണ്ടും താഴത്തേക്ക് പോകുമ്പോൾ 7ാമത്തെ അവസ്ഥയാണ്, അതാണ് വ്യാപിനി. ആ ശക്തി ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ആദ്യം വ്യാപിച്ചു കിടക്കുന്ന ശക്തി സമനി എന്നുള്ള 8ാമത്തെ ഭാവത്തിലെത്തും. പ്രപഞ്ചബോധമായ മനസ്സ് തന്നെയാണ് എന്ത് സമനി എന്ന് പറയുന്നത്. സമനി വീണ്ടും താഴത്തേക്ക് പോകുമ്പോൾ ഉന്മനി, മനസ്സിനൊക്കെ അപ്പുറമുള്ള. അപ്പൊ പരയുടെ തന്നെ രൂപങ്ങളാണത്. ശബ്ദത്തില് പര എന്ന് പറയുന്ന ആ ശക്തിക്ക് ശബ്ദത്തിന്റെ രൂപങ്ങളായി മാറുമ്പോൾ 9 തലങ്ങളിൽ കൂടെ കടന്നിട്ടാണ് പര എന്നുള്ള ആ തലം പശ്യന്തിയും മധ്യമയും വൈഖരിയുമാവുന്നത്. അപ്പോ പ്രപഞ്ചമാണെങ്കിലും എന്താണ് ഈ ശബ്ദത്തിന്റെ ഇതേ അവസ്ഥയിൽ തന്നെയാണ് പ്രപഞ്ചവും നിർമ്മിക്കപ്പെടുന്നത് ഈ പരയിൽ നിന്നും. അതുകൊണ്ട് നമ്മൾക്കിവിടെ നമ്മൾക്കൊക്കെ ഈ നമ്മളാകുന്ന ശബ്ദ തരംഗങ്ങളാണെങ്കിലും ഈ പ്രപഞ്ചമാകുന്ന നാദബ്രഹ്മമാണെങ്കിലും ശബ്ദത്തിന്റെ ഈ 9 ഘട്ടങ്ങളിലൂടെയും കടന്നു പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് പര എന്ന് പറയുന്നത് പരാശക്തിയായ ദേവി തന്നെ. അപ്പോ ഇനി രണ്ടാമതൊരർത്ഥം ജീവാത്മാവ് കർമ്മങ്ങളിൽ നിന്നും മുക്തി നേടുന്ന അവസ്ഥയ്ക്ക് പര എന്ന് പറയും. അപ്പൊ ജീവാത്മാവ് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ പരമപദം പ്രാപിച്ചു എന്ന് പറയും. എനിക്ക് പരമപദം വേണമെന്ന് പറഞ്ഞാൽ മോക്ഷം വേണമെന്നുള്ളതാണ്. പിന്നെ ജനന മരണങ്ങളില്ല. അപ്പൊ ജീവാത്മാവ് പരമപദത്തിലെത്തുമ്പോൾ ആ അവസ്ഥയ്ക്കും പര എന്ന് പറയുന്നു. അത് ആരാണ് കൊടുക്കുന്നത്? ദേവിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടും ദേവി പര എന്നറിയപ്പെടുന്നു. ഇനി പര എന്ന് പറഞ്ഞാൽ മായ എന്നുള്ള അർത്ഥമുണ്ട്. ദേവി മായാസ്വരൂപിണിയാണ്. അതുകൊണ്ട് ദേവിക്ക് പര എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ ശബ്ദത്തിന്റെ ഉറവിടമായിട്ടാണ്, ഇവിടെ നാദബ്രഹ്മത്തിന്റെ ഉറവിടമായിട്ടുള്ള ആ ശക്തിക്കാണ് ഇവിടെ പര എന്ന് പറയുന്നത് എന്ന് വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കുക. ഇനി 367ാമത്തെ നാമം പ്രത്യക് ചിതി രൂപ. പ്രത്യക് എന്ന് പറഞ്ഞാൽ കൂടിക്കലരാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും
പ്രതികൂലമാവാത്തത്. ഒന്നും കൂടിയിട്ടില്ല, ഒന്നിനെയും കലരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വന്നിട്ടില്ല, ഒന്നിനും പ്രതികൂലമായിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയ്ക്കാണ് പ്രത്യേക കൂടിക്കലരാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ പ്രതികൂലമായ അവസ്ഥയാണ്. അതിനാണ് പ്രത്യക് എന്ന് പറയുന്നത്. അപ്പോൾ ചിതി രൂപ എന്ന് പറഞ്ഞാൽ, ചിതി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ചിത്ത് തന്നെയാണ്. അപ്പോൾ ചിത്ത് സ്വരൂപമായതാണ് എന്ത്? ചിതി രൂപ. അപ്പോൾ പ്രത്യക് ചിതി രൂപ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവിടെ അർത്ഥമെടുക്കുന്നത്? ഇന്ദ്രിയങ്ങൾക്ക് പ്രതികൂലമായിട്ട് ഒന്നും കൂടിക്കലരാത്ത ശുദ്ധബോധമായിരിക്കുകയാണ് ദേവി. ഇന്ദ്രിയങ്ങൾ കൂടിയാൽ മായ വന്നു. അപ്പൊ ദേവിയെ കാണണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയങ്ങളൊക്കെ അടക്കണം. അതാണ് നമ്മൾ ധ്യാനം എന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ നമ്മൾ പിന്നെ അഷ്ടാംഗ യോഗങ്ങളെ നോക്കുമ്പോൾ ഓരോന്നും നമ്മൾ അഷ്ടാംഗ യോഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അഷ്ടാംഗ യോഗങ്ങൾ പഠിക്കുമ്പോൾ യമനിയമ ആദികളിൽ നിന്നും പോയി പിന്നെ ആസനത്തിലെത്തി അതിനുശേഷം ധ്യാനാവസ്ഥയിലേക്ക് പോയിട്ട് ധ്യാനസ്ഥയിൽ നിന്നും ആണ് നമ്മൾ എവിടുന്ന് എത്തുന്നത്? ആ ഏറ്റവും പരമായിട്ടുള്ള അവസ്ഥയിൽ പ്രാപിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആ ദേവിയെ നമുക്ക് അചിതിരൂപയായിട്ടുള്ള ദേവിയെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഇന്ദ്രിയങ്ങളെല്ലാം ഉണർന്നിരിക്കും. ഇപ്പം ഇന്ദ്രിയങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഒന്നും കാണില്ല, മായാൽ എല്ലാം ബന്ധിക്കപ്പെടും. അതുകൊണ്ട് ദേവി ഇന്ദ്രിയങ്ങളുമായിട്ട് കലരാത്ത ശുദ്ധബോധമാണ്, പ്രത്യക് ചിതിരൂപയാണ്, കൂടിക്കലരാത്ത അതുപോലെ അല്ലെങ്കിൽ പ്രതികൂലമായി ഭവിക്കാത്ത ശുദ്ധബോധമാണ്, ചിതിരൂപ ശുദ്ധജ്ഞാനമാണ്. അവിടെ ഒന്നും കൂടിക്കലരാത്ത, ഇന്ദ്രിയങ്ങളുടെ ആധിക്യം മൂലം മായയാൽ അങ്ങനെ കലരാത്ത ശുദ്ധബോധമാണ് ഇവിടെ. അതുകൊണ്ട് ദേവിയുടെ നാമം പ്രത്യക് ചിതിരൂപ. ഇനി 368ാമത്തെ നാമം പശ്യന്തി. ഇപ്പൊ നമ്മൾ കണ്ടു പശ്യന്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നാദത്തിലെ 4 അവസ്ഥയിലെ 2ാമത്തെ അവസ്ഥയാണ് പശ്യന്തി എന്ന് പറയുന്നത്. പശ്യന്തി എന്നുള്ളത് എവിടെയായിരുന്നു? പശ്യന്തി എന്ന പര എന്നുള്ളത് മൂലാധാരത്തിലായിരുന്നു. പശ്യന്തി എന്ന നാഭിസ്ഥാനം മണിപൂരകത്തിലാണ് നാദത്തിന് പശ്യന്തി എന്നുള്ള അവസ്ഥ വരുന്നത്. ഇനി അടുത്ത നാമം 369ാമത്തെ നാമം പരദേവത. പരദേവത എന്ന് പറഞ്ഞാൽ പരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്ന് നമ്മൾ കണ്ടു. ശ്രേഷ്ഠമായ ദേവത, പരാശക്തി തന്നെയാണ് ശ്രേഷ്ഠമായ ദേവത, എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ പരദേവത എന്ന് പറയുന്നു. അപ്പോൾ ദേവി പരദേവതയാണ്. 369ാമത്തെ നാമമാണ് പരദേവത. ഇനി വീണ്ടും ശബ്ദം 370ാമത്തെ നാമമാണ് മധ്യമ. അപ്പോൾ മധ്യമ എന്ന് പറഞ്ഞാൽ എന്താണ്? നാദത്തിന്റെ 4 അവസ്ഥകളെ നമ്മൾ കണ്ടു. പരയ്ക്ക് 9 അവസ്ഥകളുണ്ട്, അതിനിപ്പോൾ നമ്മൾ കൂട്ടുന്നില്ല. അതിൻ്റെ മുകളിലുള്ള 4 അവസ്ഥകളാണ് പര, അത് കഴിഞ്ഞാൽ പശ്യന്തി, മധ്യമ, വൈഖരി. 4 അവസ്ഥകൾ നമ്മൾ കണ്ടു. അതിൽ മധ്യമ എന്ന് പറഞ്ഞാൽ പശ്യന്തിക്കും വൈഖരിക്കും നടുവിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ഠസ്ഥാനത്തിനും അല്ലെങ്കിൽ വായ്ക്കും അതുപോലെ ശരീരത്തിന്റെ അവസാന ഭാഗം നാഭിസ്ഥാനത്തിനും ഇടയ്ക്കുള്ള ഭാഗമായിട്ടാണ് വരുന്നത് ഹൃദയം. അപ്പോൾ ഹൃദയം മധ്യത്തിലാണ്. അതുകൊണ്ടാണ് മധ്യത്തിലുള്ള ആ രൂപം, ആ നാദത്തിന്റെ രൂപത്തിനെ മധ്യമ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. 4 അവസ്ഥയില് ആ ഓരോ നമ്മുടെ ചിന്തയോടുകൂടി, ഹൃദയത്തിലെ ചിന്തകളോടും ആലോചനയോടും മനസ്സോടും കൂടിയിട്ട് ആ പര എന്നുള്ള ആ അങ്കുരം വളർന്ന് വളർന്ന് വരുമ്പോഴാണ് ഈ മധ്യമ എന്നുള്ള രൂപമാവുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കും? വിശേഷേണ അത് ഖരരൂപം പ്രാപിക്കും. നമ്മുടെ നാക്കോടും അതുപോലെ തന്നെ തൊണ്ടയോടും ഒക്കെ കലരുമ്പോൾ വായോട് കൂടിയിട്ട് പല ശബ്ദങ്ങളായിട്ട് വിശേഷണ ഖരരൂപം പ്രാപിക്കും. അതുകൊണ്ട് 371ാമത്തെ നാമം വൈഖരി രൂപ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടു. 3 നാമങ്ങൾ ഇതിനകത്ത്: പശ്യന്തി, മധ്യമ, വൈഖരി. പര, പശ്യന്തി, മധ്യമ, വൈഖരി കുറേ പ്രാവശ്യം കേട്ടതാണ് നമ്മൾ ഈ രൂപങ്ങൾ. അപ്പോൾ ഒരിക്കലും മറക്കരുത്. ഇതിൻ്റെ നാദബ്രഹ്മമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്, പിണ്ടാണ്ഡമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്, ബ്രഹ്മാണ്ഡമായിട്ട് എന്താണ് ഇതിന് കണക്ഷൻ എന്നുള്ളതൊന്നും മറക്കരുത്. അപ്പോൾ ഈ 4 നാമങ്ങള്, അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് പ്രത്യക് ചിതി രൂപ എന്നുള്ളൊരു നാമമുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. കൂടിക്കലരാത്ത, ഇന്ദ്രിയങ്ങളുമായിട്ട് കലരാത്ത ആ ശുദ്ധബോധമായിട്ടുള്ള രൂപമാണ് ദേവിയുടെ. അതുപോലെ തന്നെ പരദേവത എന്നുള്ള ശ്രേഷ്ഠമായ ദേവത എന്നുള്ള ഒരു നാമം കണ്ടു. ഇനി 372ാമത്തെ ഒരു നാമമുണ്ട്, ഭക്തമാനസ ഹംസിക. ഭക്തമാനസ ഹംസിക. ഇവിടെ ഭക്തന്മാരുടെ മാനസ സരസിലെ ഹംസമാണ് ദേവി. അപ്പോ ഭക്തന്മാരുടെ മാനസ സരസ് എന്ത് ഗംഭീര സങ്കല്പമാണ് നോക്കൂ. മനസ്സാകുന്ന സരസാണ് ഇവിടെ മാനസ സരസ്.
അപ്പോൾ മാനസ സരസ് ശരിക്കും കൈലാസത്തിന് താഴെയുള്ള ദേവി പാർവതി സ്നാനം ചെയ്യാൻ വന്നിരുന്ന, ആ തോഴിമാരത്ത് സ്നാനം ചെയ്യാൻ വന്നിരുന്ന മനോഹരമായ സരസാണ് മാനസ സരസ്. മനസ്സുകൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ചതായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇതിന് മാനസ സരസ് എന്ന പേര് വന്നത് അത്രേ. ഇവിടെ ഹംസങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു മാനസ സരസ് എന്നാണ് പറയുന്നത്. അപ്പോ ഭക്തന്മാരുടെ മനസ്സ്, ഭക്തമാനസ ഹംസിക. ഇവിടെ ദേവി ആരാണ്? ഇവിടെ ഹംസിക ആരാണ്? ദേവി തന്നെയാണ്. എങ്ങനത്തെ മനസ്സില്? ഭക്തന്മാരുടെ മാനസ സരസ്, ഭക്തന്മാരുടെ മനസ്സായ സരസ്, ഭക്തന്മാരുടെ മാനസ സരസില് സദാ കളിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഹംസികയാണ് ദേവി, ഹംസരൂപിണിയാണ് ദേവി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ മാനസ സരസിനെ കുറിച്ച് ഒന്ന് നമുക്ക് ആലോചിക്കാം എന്താണെന്ന്. മാനസ സരസ് കൈലാസ യാത്രയ്ക്ക് പോകുമ്പോൾ മാനസ സരസാണ് കാണുന്നത്. കൈലാസത്തിലേക്ക് ആരും കയറില്ല. ഒന്നാമത് കൈലാസം എന്ന് പറഞ്ഞാൽ 21,500 അടി ഉയരത്തിലാണ്. മാനസ സരസ് 15,100 അടി ഉയരത്തിലാണ്. അപ്പോൾ മാനസ സരസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊക്കെ അവിടെ ഇപ്പൊ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് മാനസ സരസിൽ യാത്ര. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയാണ് അതിന്. നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ വേണം, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഈ സ്ഥലം ശരിക്കും ഇപ്പൊ എന്താ ടിബറ്റ് എന്ന ചൈനയുടെ അധീനതയിൽ എന്ന് പറയാൻ പറ്റില്ല, ഫ്രീ ലാൻഡ് ആണ് അത്. ആക്ച്വലി ബേസിക്കലി ടിബറ്റ് ഓട്ടോണമസ് ചൈനയാണ്. ഗവൺമെന്റിന്റെ അധികാരം മുഴുവൻ ഇല്ലാത്ത, എന്നാൽ ചൈനയുടെ ഓട്ടോണമസ് ആയിട്ടുള്ള ചൈനയുള്ള ടിബറ്റിലാണ് മാനസ സരസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 80 കിലോമീറ്റർ ചുറ്റളവുണ്ട്. അപ്പോൾ 1,160 ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വ്യാപ്തി. പക്ഷെ 80 കിലോമീറ്റർ, ഒരു വട്ടം മാനസ സരോവരത്തിനെ ചുറ്റി വരണമെങ്കിൽ 80 കിലോമീറ്റർ ചെറുതൊന്നുമല്ല. ഇപ്പോ ലോകത്തിലുള്ള ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ് മാനസ സരസ്. ഇതിന്റെ അടുത്ത് തന്നെ അത്ഭുതകരമായിട്ട് മാനസ സരസ് കഴിഞ്ഞാൽ കുറച്ച് വിട്ടിട്ട് ഒരു തടാകമുണ്ട്. അത് ഒരു ഉപ്പ് തടാകമാണ്. ഹിമാലയത്തിൽ എങ്ങനെ ഉപ്പ് തടാകം വന്നു, ഇത്രയും മനോഹരമായിട്ടുള്ള തടാകം അവിടെ എപ്പോഴും നിലനിൽക്കുമ്പോൾ. അപ്പോൾ ഈ സമയം ശരിയായിട്ടാണ് പോകുന്നതെങ്കിൽ വളരെ തെളിഞ്ഞപ്പോൾ മിനിയാന്ന് എൻ്റെ ഓഫീസിൽ ഒരു വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു വനിതാ രത്നമാണ് അവർ വന്നിരുന്നു. അവർ ഈ ലയബിലിറ്റി ഇൻഷുറൻസുമായിട്ട് വളരെ ഉന്നത തലത്തിൽ അതിൻ്റെ ഫ്രീലാൻസറൊക്കെയാണ് അവർ. അപ്പോൾ അവർ കൈലാസത്തിൽ, അവർക്കിപ്പോൾ 60 വയസ്സായി, അവർ കൈലാസത്തിൽ പോയി. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അവരുടെ പരിഷ്കാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും തോന്നില്ല അവർക്ക് ഇത്രയും ശക്തമായിട്ട് ആത്മീയ ബോധമുണ്ടെന്ന്. അപ്പോൾ അവർ പണ്ടേ തീരുമാനിച്ചായിരുന്നു. ഭർത്താവും മക്കളൊന്നും വരാൻ തയ്യാറായില്ല. അവരൊറ്റയ്ക്ക് മാനസരസിൽ പോയി കുറേ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പോയപ്പോൾ ക്ലീനായ അവസ്ഥയായിരുന്നു. അവർക്ക് മാനസരത്തിലെ വെള്ളം എടുത്തിട്ട് ശരീരത്തിൽ ഒഴിക്കാനൊക്കെ പറ്റി. കുളിച്ചില്ല എന്ന് പറഞ്ഞു, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. തിരിച്ചും പോരേണ്ടതല്ലേ. അപ്പോൾ പൊതുവേ മഞ്ഞ് ഉറഞ്ഞു കിടക്കുന്ന സ്ഥലമായിരിക്കും. പക്ഷെ പലപ്പോഴും ഇങ്ങനെ ഇന്നിപ്പോൾ ഞാൻ നോക്കി 1 ഡിഗ്രി ടെമ്പറേച്ചറാണ് അവിടെ. അപ്പോൾ അത് തണുത്തുറഞ്ഞിട്ടുണ്ടാവില്ല, രാത്രിയാകുമ്പോഴേ തണുത്തുറയുള്ളൂ. അങ്ങനെ നല്ല ക്ലിയർ ആണെങ്കിൽ ഈ കൈലാസത്തെ നമുക്ക് അവിടുന്ന് ഒരു സൈഡിൽ നമ്മൾ കൈലാസത്തിനെ നോക്കുമ്പോൾ മഞ്ഞായിരിക്കും, സൂര്യരശ്മി പതിക്കുന്നിടത്ത് സ്വർണ്ണ നിറമായിരിക്കും കൈലാസത്തിൻ്റെ എന്നാണ്. ഇപ്പോൾ ഇവിടുന്ന് സിന്ധു നദി, അത് കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദി, സത്ലജ് നദി, കർണാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദി. ഈ കർണാലി നദി എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ അത് ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. അപ്പോൾ ഗംഗയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ഈ മാനസ സരസിൽ സ്നാനം ചെയ്ത ഫലം കിട്ടും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കർണാലി നദി ഇങ്ങനെ ഗംഗയിലെ ട്രിബ്യൂട്ടറി ആയിട്ട് ഗംഗയിൽ ചേരുന്നുണ്ട്. സ്ഥലം എവിടെയെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം എവിടെ വെച്ചിട്ട് ചേരുന്നത്. ശരിക്കും സത്ലജ് നദിയും സിന്ധു നദിയും ബ്രഹ്മപുത്ര എവിടുന്ന് വന്ന് എവിടെ ചേരുന്നു എന്ന് അതിശയം തോന്നിപ്പോവും. ബ്രഹ്മപുത്രയുടെയൊക്കെ റൂട്ട് മാപ്പ് ഗൂഗിളിൽ ചെക്ക് ചെയ്യൂ. വളഞ്ഞ് പൊളഞ്ഞ് ഏത് കൂടെയൊക്കെയാണ് ഒഴുകുന്നത്. അങ്ങനെ ഈ നദികളൊക്കെ ഉത്ഭവിക്കുന്ന സ്ഥലമാണ് അത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലത്ത് 330 അടി താഴ്ചയുണ്ട് ഈ മാനസ സരസിന്. ആ മാനസ സരസ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആ മാനസ സരസ് ഹംസങ്ങൾക്കും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഭക്തന്മാരുടെ ചിത്തത്തില്, നല്ല ശുദ്ധബോധമുള്ള ഭക്തന്മാരുടെ ചിത്തത്തില് ദേവി അങ്ങനെ ഹംസികയായിട്ട് ആ മാനസ സരസിൽ വിഹരിക്കും. നമുക്കൊക്കെയും കൈലാസത്തിൽ പോകുന്ന സമയത്ത് മാനസ സരസിൽ കൈലാസത്തിൽ കാല് വെക്കാൻ പാടില്ല. അത് കാരണം ചൈനക്കാരും കയറാൻ സമ്മതിക്കില്ല. പുണ്യഭൂമിയാണ്. സിഖുകാർക്ക് പുണ്യഭൂമിയാണ്, അത് ജൈനന്മാർക്ക് പുണ്യഭൂമിയാണ്, ബുദ്ധിസ്റ്റുകൾക്ക് വളരെ പുണ്യഭൂമിയാണ്. ചൈനയിൽ ഒരുപാട് ബുദ്ധിസ്റ്റുകളുണ്ട്. നമ്മൾക്കാണെങ്കിൽ പറയേണ്ട. പിന്നെ
എല്ലാം നമ്മളുടെ മനസ്സരസും കൈലാസവും ഒക്കെയാണ് കാണുന്ന പ്രത്യക്ഷമായിട്ടുള്ള ദൈവത്തിൻ്റെ ആസ്ഥാനമാണ്. അതുകൊണ്ടാണ് ശിവനും ശക്തിയും ഏറെ പ്രിയങ്കരാവുന്നത് ഭാരതീയർക്ക്. കാരണം നമ്മുടെ കൂടെയുള്ള ദേവനും ദേവിയാണ് എപ്പോഴും. അപ്പോൾ ആ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് നമുക്കിവിടെ സമാപിപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി.